ആണായാലും പെണ്ണായാലും നന്മ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ, സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ, വഹുവ മുഅ്മിനുൻ, അവൻ സത്യവിശ്വാസിയായിരിക്കെ, അല്ലാഹുവിൽ വിശ്വസിക്കുകയും സ്വാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കുകയും ചെയ്താൽ ഫലനുഹ്യിയന്നഹു ഹയാത്തുൻ ത്വയ്യിബ, അവർക്ക് വളരെ സുന്ദരമായ മനോഹരമായ ജീവിതമാണ് അല്ലാഹു അവർക്ക് നൽകുന്നത്. അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ പ്രതിസന്ധികളോ അവർക്കുണ്ടാവൂല. സംഭവിച്ചാൽ തന്നെ അത്തരം പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്തുകൂടി അല്ലാഹു അവർക്ക് നൽകുമെന്നാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് നൽകുമെന്ന്, അവർ തളരുകയോ തകരുകയോ ചെയ്യില്ല എന്നുള്ള പരിശുദ്ധമായ ഖുർആനിന്റെ മറ്റൊരായത്ത് കൂടി ഇതിന് പോൽഫലകമായി നമ്മൾ മനസ്സിലാക്കണം. നാളെ മഹ്ശറ ലോകത്താണെങ്കിലും ദുനിയാവിലാണെങ്കിലും അല്ലാഹുവിന്റെ ദിക്റിൽ അധിഷ്ഠിതമായി അല്ലാഹു പറഞ്ഞതുപോലെ പരിശുദ്ധ ദീൻ പഠിപ്പിച്ചതുപോലെ നമ്മൾ ജീവിക്കാൻ തയ്യാറായാൽ യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്, അല്ലാഹു ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പതറാതെ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് അല്ലാഹു നമ്മൾക്ക് നൽകുമെന്നാണ്. അതാണ് ഇവിടെ പറയുന്നത്, ഫലനുഹ്യിയന്നഹു ഹയാത്തൻ ത്വയ്യിബ. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ടെൻഷനില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത സന്തുഷ്ടമായ ജീവിതം നയിക്കണമെന്നാണ്. നമ്മൾ അങ്ങനെ ദുആ ചെയ്യാം, ഇസ്സത്തോടെ ആഫിയത്തോടെയുള്ള ജീവിതം തരണേ എന്നാണ്, അല്ലെ? നമ്മൾ ആഫിയത്തിന് ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ വെറും ഒരു ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്തിട്ട് കാര്യമില്ല. അല്ലാഹു എനിക്ക് ദീർഘായുസ് നൽകണേ എന്ന് ദുആ ചെയ്തിട്ട് കാര്യമില്ല. കാരണം എത്രയോ വർഷം രോഗികളായി പ്രയാസങ്ങൾ സഹിച്ച് ജീവിച്ചിട്ടൊരു ഫായിദയില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ത്വാഅത്തിൽ ആഫിയത്തോടെയുള്ള ഇസ്സത്തോടെയുള്ള ദീർഘായുസ് നൽകണേ എന്നുള്ളൊരു പ്രാർത്ഥന. അല്ലാഹുവേ, നിന്റെ ത്വാഅത്തിൽ നിന്നെ പേടിച്ച് ആഫിയത്തോടെയുള്ള ഇസ്സത്തോടെയുള്ള ദീർഘായുസ്. ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഒരുപാട് കാലം ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുകയും ആ ജീവിക്കുന്ന കാലം അത്രയും അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 100 വയസ്സാണെങ്കിൽ 120 വയസ്സാണെങ്കിൽ എത്രയായാലും ജീവിക്കുന്ന കാലം അത്രയും അല്ലാഹുവിനെ പേടിച്ച് അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ഏറ്റവും കൂടുതൽ ജീവിച്ചവരാണ് അല്ലാഹുവിന്റെ അടുത്ത് നല്ലവർ. അതേപോലെ മോശപ്പെട്ടവരോ ഒരുപാട് കാലം ജീവിക്കുന്ന കാലം മുഴുവനും തെറ്റു ചെയ്തിട്ടാണ് ജീവിച്ചതെങ്കിൽ അവരെക്കാൾ ശർറായവർ, അവരെക്കാൾ മോശപ്പെട്ടവർ വേറെ ഒരാളും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യേണ്ടത്, അല്ലാഹുവേ, നിന്റെ ത്വാഅത്തിൽ നിന്നെ പേടിച്ച് ആഫിയത്തോടെയുള്ള ആരോഗ്യത്തോടെയുള്ള ആരോഗ്യത്തോടെയുള്ള ഇസ്സത്തോടെയുള്ള, ഇസ്സത്തും വേണം. ആരോഗ്യമുണ്ട് ഇസ്സത്തില്ല, പ്രശ്നമാണ്. ആരോഗ്യമുണ്ട് ഇസ്സത്തില്ല, അഥവാ നല്ല ആരോഗ്യമുണ്ട് പക്ഷെ ജീവിതത്തിൽ വരുമാനങ്ങളില്ല, ആരുടെയെങ്കിലും മുമ്പിൽ കൈനീട്ടി ജീവിക്കേണ്ട അവസ്ഥ. ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടാതെ വളരെ അന്തസ്സോടെ ജീവിക്കുക. ഇതാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. അല്ലാഹുവേ, ആഫിയത്തോടെയുള്ള ഇസ്സത്തോടെയുള്ള ജീവിതം നിന്റെ ത്വാഅത്തിൽ ദീർഘായുസ് നൽകണേ എന്നുള്ള ദുആ. അപ്പോൾ നമ്മൾ മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, ആണും പെണ്ണും ഒക്കെ എല്ലാവരും നന്മ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ഫലനുഹ്യിയന്നഹു ഹയാത്തൻ ത്വയ്യിബ, വളരെ സന്തുഷ്ടമായ ജീവിതം, വളരെ മനോഹരമായ ജീവിതം അവർക്ക് ഞാൻ നൽകും. വലനജ്സിയന്നഹും അജ്റഹും, അവർ ചെയ്തതിനുള്ള പ്രവർത്തനം പ്രതിഫലം ഞാൻ അവർക്ക് നൽകുക തന്നെ ചെയ്യും. ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തതിനേക്കാളും മഹത്വമുള്ള പ്രതിഫലം. നിങ്ങൾ ചെയ്യുന്നത് ഒന്നാണെങ്കിൽ അല്ലാഹു തരുന്നത് 10 എണ്ണമാണ്. നിങ്ങൾ ചെയ്യുന്നത് ഒരു അമലാണെങ്കിൽ അല്ലാഹുവിന്റെ പ്രതിഫലം 10 പ്രതിഫലമാണ്. ഒരു നന്മയ്ക്ക് 10 പ്രതിഫലം. ഈ ഒരു രീതിയിൽ അല്ലാഹു തിരിച്ചു നമ്മൾക്ക് പ്രതിഫലം നൽകുമെന്നാണ്. അപ്പൊ നമ്മൾ വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾക്ക് അല്ലാഹുവും പരിശുദ്ധ റസൂലും പഠിപ്പിച്ചു തരുന്ന വഴി എന്താണ്? നിങ്ങൾ സ്വാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കുക, അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഒരു പേടി
പേടിയുമില്ല. എല്ലാ വിഷയങ്ങളിലും അള്ളാഹു നിങ്ങൾക്ക് പരിഹാരം തരുമെന്നാണ്. അതിന്റെ ചില ഉദാഹരണങ്ങളാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ മകൻ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു, നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഖുലഫാഉർ റാഷിദ് 4 ഖലീഫമാരുടെ വഫാത്തിന്റെ ശേഷം മുആവിയ റളിയല്ലാഹു അൻഹു ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് സ്ഥിരമായി മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന് 1,00,000 ദീനാർ, വർഷത്തിൽ 1,00,000 ദീനാർ ഗവൺമെന്റ് നൽകാറുണ്ടായിരുന്നു. വർഷത്തിൽ 1,00,000 ദീനാർ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന് ഗവൺമെന്റ് നൽകണം, ഭരണകൂടം നൽകണം, അങ്ങനെ ഒരു നിയമമുണ്ടായിരുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിന്റെ പൗത്രനായതുകൊണ്ട് വർഷത്തിൽ 1,00,000 ദീനാർ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന് മുആവിയ റളിയല്ലാഹു അൻഹു നൽകിക്കൊണ്ടേയിരുന്നു. അതിനിടയിൽ ഒരു വർഷം അദ്ദേഹത്തിന് ചെലവിനാവശ്യമായ ഈ 1,00,000 ദീനാർ ലഭിക്കാതെ വന്നു. അദ്ദേഹത്തിനാണെങ്കിൽ സാമ്പത്തികമായി വലിയ പ്രയാസമാണ്, സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലാണ്. മക്കളുണ്ട്, അദ്ദേഹത്തിന് ജീവിതം മുന്നോട്ട് പോകണം, കൊണ്ടുപോകണം, ഭക്ഷണം കഴിക്കണം, ഭാര്യയുണ്ട്. അങ്ങനെ പ്രയാസപ്പെട്ട് ഒരാഴ്ച കാത്തുനിന്നു, 2 ആഴ്ച കാത്തുനിന്നു. മുആവിയ റളിയല്ലാഹു അൻഹു തനിക്ക് ലഭിക്കേണ്ട 1,00,000 ദീനാർ നൽകാതെ വൈകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ഒരു പേന എടുത്തുകൊണ്ട് എഴുതാൻ തയ്യാറായി. ഒരു കത്ത് എഴുതാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അഥവാ എന്തേ എനിക്ക് വർഷം തോറും നൽകാറുള്ള ആ 1,00,000 ദീനാർ എന്തേ നിങ്ങൾ തരാത്തത് എന്ന രീതിയിൽ എഴുതാൻ വേണ്ടി അദ്ദേഹം പേനെടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ചിന്തിച്ചു, വേണ്ട, ഒഴിവാക്കാം. എന്തിനാണ് നമ്മൾക്ക് ലഭിക്കേണ്ട ഒരു സഹായം അല്ലെങ്കിൽ എന്റെ ഒരു ആവശ്യം മനുഷ്യനോട് എന്തിനാ ഞാൻ പറയുന്നത്? അള്ളാഹുവിനോട് ചോദിച്ചാൽ പോലെ ഒരു മനുഷ്യനോട് എന്റെ ആവശ്യം ഞാൻ പറയുന്നത് അതത്ര നല്ലതല്ലല്ലോ എന്ന് വിചാരിച്ച് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ആ എഴുത്തിൽ നിന്ന് പിന്മാറുകയാണ്. അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. എന്നിട്ട് ചോദിച്ചു, കൈഫ അൻത യാ ഹസൻ, ഹസനെ എങ്ങനെയുണ്ട്, സുഖമാണോ എന്ന് ചോദിച്ചു. സുഖമാണോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിഖൈരി യാ അബതി, ഉപ്പാ ഇന്ന് വളരെ സുഖമാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ ഖൈറാണ്. പക്ഷേ വർഷം തോറും എനിക്ക് ലഭിക്കാറുള്ള, എല്ലാ വർഷവും എനിക്ക് തരാറുള്ള 1,00,000 ദീനാർ ഈ വർഷം മുആവിയ റളിയല്ലാഹു അൻഹു തന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നബി തങ്ങൾ ചോദിച്ചത്, നിങ്ങളത് ആ ഒരു പരാതി എന്തേ തരാത്തത് എന്ന് ചോദിച്ച് മുആവിയ റളിയല്ലാഹു അൻഹുവിന് നിങ്ങൾ കത്തെഴുതിയോ? അദ്ദേഹം പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, കത്തെഴുതാൻ ഞാൻ തീരുമാനിച്ചതാണ്, കത്തെഴുതാൻ ഞാൻ പേന എടുത്തതാണ്, പക്ഷേ ഞാനത് തുടർന്നില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഖുഫ് ഫീ ഖൽബി റജാക്, ഒരു ദുആ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഞാൻ പറയുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദുആയാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആ പ്രാർത്ഥന ഒരു ആരാധനയാണ്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ ആയുധം പ്രാർത്ഥനയാണ്. നമ്മുടെ ആയുധം പ്രാർത്ഥനയാണ്. മക്കളില്ലെങ്കിൽ ആയുധം പ്രാർത്ഥനയാണ്. രോഗിയായാൽ ആയുധം പ്രാർത്ഥനയാണ്. ജോലിയില്ലെങ്കിൽ ആയുധം പ്രാർത്ഥനയാണ്. വിവാഹപ്രായമെത്തി ഇഫൂത്ത ഇണകളെ ലഭിക്കുന്നില്ല, ആയുധം പ്രാർത്ഥനയാണ്. എല്ലാ വിഷയത്തിലും നമ്മൾ ഉറച്ച വിശ്വാസത്തോടെയുള്ള ആ ഒരു പ്രാർത്ഥന അതെല്ലാറ്റിനും പരിഹാരമാണ്. ഹസൻ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുമ്മ ഖദിഫ് ഫീ ഖൽബി റജാഅക വഖത റജാഇ അമ്മൻ സിവാക ഹത്താ ലാ അർജു അഹദൻ ഗൈറക എന്നിങ്ങനെ തുടങ്ങിയ ഒരു പ്രാർത്ഥന അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ
ഈ ഒരു പ്രാർത്ഥന അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. സാമ്പത്തികമായ പ്രയാസമല്ലേ നിങ്ങൾക്കുള്ളത്? മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി തങ്ങൾ സ്വപ്നത്തിലൂടെ കടന്നു വന്ന് പഠിപ്പിച്ച ആ പ്രാർത്ഥന നിരന്തരമായി ഞാൻ ചൊല്ലാൻ തുടങ്ങി, നിരന്തരമായി ഞാൻ ദുആ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് മുആവിയ റളിയല്ലാഹു അൻഹുവിലേക്ക് 1 ലക്ഷത്തിന് പകരം 10 ലക്ഷം ദിനാറാണ് എനിക്ക് മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു അയച്ചു തന്നത്. 2 ആഴ്ചകളോളം നീണ്ടുനിന്ന എനിക്ക് ലഭിക്കേണ്ട സഹായം അല്ലാഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്ന ദുആ ഞാൻ പ്രാർത്ഥിച്ചപ്പോ 1 ലക്ഷത്തിന് പകരം 10-15 ലക്ഷത്തോളം ദിനാറുകളാണ് എനിക്ക് പറഞ്ഞയച്ചു തന്നത്. അൽഹംദുലില്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ലാ യൻസാ മൻ ദക്കറ. അല്ലാഹുവേ, നിന്നെ ഓർക്കുന്ന ഒരാളെ നീ മറക്കുന്നില്ലല്ലോ, നീ നിനക്കാണ് സർവസ്തുതിയും. ഒരാൾ നിന്നെ ഓർത്താൽ നീ അവരെ ഓർക്കുമെന്നല്ലയോ പറഞ്ഞത്? ഫദ്കുറൂനി അദ്കുറുകും. നിങ്ങൾ എന്നെ ഓർത്താൽ, നിങ്ങൾ എന്നെ സ്മരിച്ചാൽ, നിങ്ങൾ എന്നെ കുറിച്ച് ചർച്ച ചെയ്താൽ ഞാൻ നിങ്ങളെ ഓർക്കാം, നിങ്ങളെ സഹായിക്കാമെന്നല്ലയോ അല്ലാഹു പറഞ്ഞത്? ഫദ്കുറൂനി അദ്കുറുകും. നിങ്ങൾ എന്നെ ഓർക്കണം, എന്നാൽ ഞാൻ നിങ്ങളെയും ഓർക്കാം. നിങ്ങൾ എന്നെ മറന്നാലോ ഞാനും നിങ്ങളെ മറക്കും. അതാണ് നമ്മൾക്ക് പറ്റിപ്പോയത്. നമ്മൾക്ക് അത്യാവശ്യമുള്ള സമയങ്ങളിൽ മാത്രമാണ് അള്ളാഹുവിനെ ഓർക്കുന്നത്. അല്ലാത്ത സമയങ്ങളിൽ അള്ളാഹുവിനെ പൂർണ്ണമായി മറന്നു ജീവിക്കുകയാണ്. അല്ലെന്ന് പറയാൻ പറ്റുമോ? നമ്മൾക്ക് സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോ, സുഖങ്ങൾ ഉണ്ടാകുമ്പോ, സാമ്പത്തികമായ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുന്ന സമയങ്ങളിൽ നമ്മൾ അള്ളാഹുവിനെ മറക്കുകയാണ്. അല്ല എന്ന് പറയാൻ പറ്റൂല, നിഷേധിക്കാൻ പറ്റൂല. എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങാറുണ്ട്. അതും എല്ലാവരും മടങ്ങാറൊന്നുമില്ല. അത്ര കുറച്ചെങ്കിലും ദീനിന്റെ ഒരു അംശമുള്ള ആളുകൾ പ്രയാസമുള്ള സമയത്ത് മടങ്ങുന്നു. മടങ്ങുമ്പോൾ തന്നെ പൂർണ്ണമായ വിശ്വാസമില്ല. ദുആ ചെയ്യാൻ ഇത് കിട്ടുമോ, ഇത് കിട്ടൂലേ, അള്ളാഹുവിന്റെ സഹായം ലഭിക്കുവോ, ലഭിക്കൂലേ എന്ന് ഉറപ്പില്ല. കിട്ടിയാ കിട്ടി, പോയാ പോയി. ആ ഒരു രീതിയിലുള്ള പ്രാർത്ഥന, അത് അവിടെയാണ് നമ്മുടെ പരാജയം. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന് 1 ലക്ഷത്തിന് പകരം 15 ലക്ഷത്തോളം ദീനാറാ കിട്ടിയത് ഈ ഒരു പ്രാർത്ഥന കാരണം. അപ്പൊ അദ്ദേഹം ഉടനെ തന്നെ അല്ലാഹുവിനോട് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ലാ യൻസാ മൻ ദക്കറ. അല്ലാഹുവേ, നിന്നെ ഓർത്ത ഒരാളെ നീ മറക്കൂലല്ലോ, നിനക്കാണ് സർവസ്തുതിയും. വലാ യഖീബു മൻ ദആ. നിന്നോട് പ്രാർത്ഥിച്ച ഒരാളെ നീ ഒരിക്കലും നിരാശരായി തള്ളിക്കളയില്ലല്ലോ, നിന്നോട് പ്രാർത്ഥിച്ച ഒരാളെ ഒരിക്കലും നീ കൈയൊഴിയില്ലല്ലോ റബ്ബേ, നിനക്കാണ് സർവസ്തുതിയുമെന്ന് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ വീണ്ടും മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പൊന്നാര റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നം കാണുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, യാ ഹസൻ, ഹസനേ കൈഫ അൻത, ഇന്നെന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ എന്ന് ചോദിച്ചു. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിഖൈരി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, വളരെ സന്തോഷമാണ്, അങ്ങനെ പറയണമെന്നാണ്. എത്ര വലിയ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ആരെങ്കിലും സുഖമാണോ എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാഹ്, സുഖമെന്ന് പറയാനുള്ള സന്മനസ്സുണ്ടാവണം. നമ്മൾക്കില്ലാതെ പോയതൊരു വിഷയമാണല്ലോ. നമ്മൾ എത്ര സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ആരെങ്കിലും ചോദിച്ച് എങ്ങനെ സുഖാണോ, എന്ത് സുഖം, എന്ത് സുഖം, കച്ചവടം എങ്ങനെ, വളരെ മോശം. ഈ ഒരു ശൈലി മാറും. ഹസൻ റളിയല്ലാഹു അൻഹു സാമ്പത്തികമായ പ്രയാസം കൊണ്ട് പൊറുതിമുട്ടുമ്പോഴാണ് നബി തങ്ങളെ സ്വപ്നത്തിലൂടെ കാണാനിടയായത്. എങ്ങനെയുണ്ട് ഹസനെ? നബിയെ, എനിക്ക് വല്ലാത്ത പ്രയാസാണ്. അത് പറഞ്ഞില്ല, അൽഹംദുലില്ലാഹ് ഖൈർ. അല്ലാഹുവേ, എന്റെ ഹബീബേ, മാഷാ അല്ലാഹ് റാഹത്താണ്. ഇത് പറയാൻ നമ്മൾ പഠിക്കണം. ഇത് മലയാളികൾക്കുള്ള പ്രശ്നമാണ്. എപ്പോ ചോദിച്ചാലും എങ്ങനെ ബിസിനസ്, വളരെ മോശമാണ്. കഴിഞ്ഞ വർഷമൊക്കെ നല്ല ഉഷാറായിരുന്നു, ഇപ്പൊ വളരെ മോശമാണ്. ഇനി അടുത്ത വർഷം ചോദിച്ചോ, അപ്പൊ വീണ്ടും പറയും കഴിഞ്ഞ വർഷം മോശമായിരുന്നു, കഴിഞ്ഞ വർഷം ഉഷാറായിരുന്നു, ഇപ്പൊ മോശമാണ്. ഉഷാറാണ് മാഷാ അല്ലാഹ് എന്ന് പറയുന്ന ഒരു സ്വഭാവം ഭൂരിഭാഗം ആളുകൾക്കുമില്ല. അതേപോലെ എങ്ങനെ ആഫിയത്ത്, എന്ത് പറയാൻ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, എന്താ ചെയ്യാ, നടക്കാൻ കഴിയില്ല, നിസ്കരിക്കാൻ കഴിയുന്നില്ല, മുട്ടുകുത്താൻ കഴിയുന്നില്ല, ഇരിക്കാൻ കഴിയും. എന്തിനാണിത് മറ്റുള്ളവരോട് നമ്മൾ ഇങ്ങനെ പറയേണ്ട ആവശ്യം? ആരെങ്കിലും ചോദിക്കാൻ എങ്ങനെ, മാഷാ അല്ലാഹ് റാഹത്താണ്, കച്ചവടം എങ്ങനെ, ഉഷാറാണ്.
തടിക്കോ മാഷാ അല്ലാഹ് സുഖം. ഈ ഒരു രീതിയിലേക്ക് നമ്മൾ മാറണം. അറബികൾ, യൂറോപ്യൻസ് ഇതൊക്കെ വളരെ നൈസായി കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. വളരെ അതൊക്കെ ഒരു നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. ആരെന്ത് ചോദിച്ചാലും ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള മറുപടിയല്ല നമ്മൾ കൊടുക്കേണ്ടത്. പോസിറ്റീവായിട്ടുള്ള ആ ഒരു അപ്രോച്ച് നമ്മളിൽ നിന്നുണ്ടാവണം. എപ്പോഴും ജനങ്ങൾക്ക് നല്ല ശുഭാപ്തി വിശ്വാസം നൽകുന്ന ആ ഒരു രീതിയിലുള്ള ടോക്കായിരിക്കണം, സംസാരമായിരിക്കണം നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. ആരെങ്കിലും ചോദിക്കാൻ അൽഹംദുലില്ലാ വളരെ സുഖമാണ്, കച്ചവടം ഒന്നും ഉണ്ടാവില്ല, നീ രോഗിയായി കുഴപ്പമില്ല, അവരോട് നിന്റെ രോഗം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരോട് നിന്റെ കച്ചവടത്തിലെ നഷ്ടം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാ അല്ലാഹു തന്നത് മതി എന്ന രീതിയിൽ നമ്മൾ മറുപടി പറയണം. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും സ്വപ്നത്തിലൂടെ കടന്നു വരികയാണ്. കൈഫ അൻത യാ ഹസൻ? അൽഹംദുലില്ലാഹി ബിഖൈർ. നബിയെ വളരെ സന്തോഷമാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഹസൻ തങ്ങളോട് പറയുന്നത്, യാ ബുനയ്യ, പൊന്നുമോനെ, ഹാകദാ മൻ റജൽ ഖാലിഖ വലം യർജുൽ മഖ്ലൂഖ. ഇങ്ങനെയാണ് അല്ലാഹു തആല അല്ലാഹുവിനോട് പ്രതീക്ഷയർപ്പിക്കുന്ന ആളുകളോട് അല്ലാഹു പെരുമാറുന്നത്. ഇങ്ങനെയാണ്. നേരെ മറിച്ച് നീ ഒരു കത്തെഴുതിയിരുന്നുവെങ്കിൽ ഇത് നിനക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അള്ളാഹുവിൽ പ്രതീക്ഷയില്ലാതെ, അള്ളാഹുവിൽ വരമേൽപ്പിക്കാതെ നീ ഒരു മനുഷ്യനെ സമീപിക്കുകയാണ്. നിനക്ക് സാമ്പത്തികമായ പ്രയാസം ഉണ്ടാകുമ്പോ നീ അള്ളാഹുവിനോട് പറയാതെ ജനങ്ങളെ നീ സമീപിക്കുകയാണെങ്കിൽ പെൺമക്കളുടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. പെൺമക്കളുടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം, വലിയ ബാധ്യതയാണ്. 10-40 പവൻ ഉണ്ടാക്കണം, നിന്റെ കയ്യിൽ ഒന്നുമില്ല. നീ ആദ്യം ഇറങ്ങേണ്ടത് ഏതെങ്കിലും ഒരു വ്യക്തിയെ മുതലാളിയുടെ സമീപത്തേക്കല്ല, നീ അള്ളാഹുവിലേക്കാണ് ഇറങ്ങേണ്ടത്. അള്ളാഹുവിലേക്ക് വരമേൽപ്പിക്കണം. അള്ളാഹുവേ, ഞാൻ പ്രയാസത്തിലാണ്, അള്ളാഹുവേ, ഞാൻ പ്രയാസത്തിലാണ്. എന്റെ ഒരു പെൺകുട്ടിയുണ്ട്, വിവാഹം കഴിക്കാൻ സമയമായിട്ട്, നിന്റെ സഹായം എനിക്ക് വേണം റബ്ബേ, നീ എന്നെ സഹായിക്കണം എന്ന രീതിയിൽ ആദ്യം അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹുവിലേക്ക് വരമേൽപ്പിക്കണം. എന്നാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. നമ്മളറിയാതെ പല ആളുകളും നമ്മെ സഹായിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വളരെ പ്രധാനമായി മനസ്സിലാക്കാനുള്ളത് അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ സഹകരണം, അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മൾക്ക് ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷമുള്ള സമയങ്ങളിലും ദുഃഖമുള്ള സമയങ്ങളിലും പ്രയാസം നിറഞ്ഞ സമയങ്ങളിലും അള്ളാഹുവിലേക്ക് വിഷയങ്ങൾ പരമേൽപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. സ്വാലിഹായ സൽപ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് രണ്ടാളുകൾ കടന്നു വരികയാണ്. രണ്ടാളുകളും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ തർക്കത്തിലാണ് രണ്ടുപേരും. ഒരു വാദിയും ഒരു പ്രതിയും. രണ്ടുപേരും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് കടന്നു വരികയാണ്. അവൻ അതിന് പരിഹാരം വേണം. ആ പ്രശ്നത്തിന്, ആ തർക്കത്തിന് ഒരു പരിഹാരം വേണം. ആ പരിഹാരം നൽകേണ്ടത് അലി തങ്ങളാണ്. അലി തങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ചുമരിന്റെ മുകളിൽ കയറിയിരുന്നു. രണ്ടുപേരും തൊട്ടപ്പുറത്തുള്ള ഒരു ചുമര്, ആ ഒരു മതിലിൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കയറിയിരുന്നപ്പോ ഈ തർക്കിക്കുന്നവരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, അലി എന്നവരെ അൽ ജിദാറു യഖഅ, ആ ചുമര് പൊട്ടി വീഴാൻ, കൊഴിഞ്ഞാടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് താഴെ ഇറങ്ങണം. അത് വീഴാനായ, കൊഴിഞ്ഞാടാനായ ഒരു ചുമരാണ്. അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങണമില്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ താഴെ വീഴുമെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ അലി തങ്ങൾ പറഞ്ഞു, നീ നിന്റെ പണി നോക്ക്, നീ നിന്റെ കാര്യം പറ, നിന്റെ പ്രശ്നം പറ. കഫാ ബില്ലാഹി ഹാരിസ, എന്നെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കല്ല, അതെന്റെ റബ്ബിനാണ്. എന്നെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എന്റെ റബ്ബിനാണ്. ഞാൻ എന്റെ റബ്ബിനെ വരമേൽപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ചുമരിൽ കയറിയത്. അതുകൊണ്ട് നീ നിന്റെ കാര്യം പറഞ്ഞോളൂ എന്ന് ആ ചുമരിൽ ഇരുന്നു കൊണ്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അങ്ങനെ ഒരുപാട് നേരം അവരുടെ തർക്കങ്ങൾ നീണ്ടുനിന്നു. മഹാനായ അലി തങ്ങൾ രണ്ടുപേരുടെയും വാദം കേട്ടു
കേട്ടു. എന്നിട്ട് രണ്ടുപേരിൽ നിന്നും കാര്യങ്ങൾ പഠിച്ച് കാര്യങ്ങൾ ഗ്രഹിച്ച് അവർക്ക് നല്ല തൃപ്തികരമായ രീതിയിലുള്ള പരിഹാരം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. എന്നിട്ട് രണ്ടുപേരും പിരിഞ്ഞുപോയി. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ ചുമരിൽ നിന്ന് താഴേക്ക് ഇറങ്ങേണ്ട താമസം ആ ചുമര് താഴേക്ക് കുഴിഞ്ഞു വീണു, ആ താഴേക്ക് തകർന്നു വീണു. അലി തങ്ങൾ ഇറങ്ങേണ്ട താമസം ആ ചുമര് തകർന്നു വീണു എന്നാണ്. അഥവാ അള്ളാഹുവിനെ ബരമേൽപ്പിച്ചുകൊണ്ട് മഹാനായ അലി തങ്ങൾ കയറിയപ്പോ ഒഴിഞ്ഞു വീഴേണ്ട ഒരു ചുമരിനെ അള്ളാഹു താങ്ങി നിർത്തുകയാണ്. നേരെ മറിച്ച് നമ്മൾ അള്ളാഹുവിനെ ബരമേൽപ്പിക്കാതെ കയറിയിരുന്നുവെങ്കിൽ അത് വീഴേണ്ടതാണ്. നമ്മൾ മരത്തിന്റെ ശാഖയിൽ, മരത്തിന്റെ ചില്ലയിൽ ഒക്കെ നമ്മൾ നിരന്തരമായി കയറാറുണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും. അത്തരം സാഹചര്യങ്ങളിൽ തെങ്ങിൽ കയറി തേങ്ങ പറിക്കുന്നവരുണ്ട്, കവുങ്ങിൽ കയറി അടക്ക പറിക്കുന്നവരുണ്ട്, മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടി മരങ്ങളിൽ കയറുന്നവരുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾക്കുള്ള ധൈര്യം അല്ലാഹുവാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവേ ഞാൻ നിന്നെ ബരമേൽപ്പിച്ചുകൊണ്ടാണ് ഇതിൽ കയറുന്നത്. വാഹനത്തിൽ കയറുന്നതും അങ്ങനെ തന്നെ. എവിടെയാണെങ്കിലും അല്ലാഹുവേ ഞാൻ നിന്നെ ബരമേൽപ്പിക്കുന്നു എന്ന ആ ഒരു ദിക്റോടുകൂടി നമ്മൾ ഇതിൽ കയറിയാൽ തിരിച്ചിറങ്ങുന്നത് വരെ അല്ലാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകുമെന്നാണ്. അലി തങ്ങൾ ഒരുപാട് നേരത്തെ ചർച്ചകൾക്ക് ശേഷം ആ ചുമരിൽ നിന്ന് താഴെ ഇറങ്ങുമ്പോഴേക്കും ആ ചുമര്, ആ മതിൽ അവിടെ തകർന്നു വീണു എന്ന് ചരിത്രത്തിൽ കാണാം. കാരണം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെ കയറിയത് അല്ലാഹുവിനെ ബരമേൽപ്പിച്ചിട്ടാണ്. അതേപോലെ ഏത് വിഷയം വരുമ്പോഴും നമ്മൾ അല്ലാഹുവിലേക്ക് ബരമേൽപ്പിക്കാൻ തയ്യാറായാൽ അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഹദീസിൽ ഒരു സംഭവം കാണാം. പരിശുദ്ധ ഹദീസിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വളരെ മഹത്തായ ഒരു ഹദീസുണ്ട്. ഇഹ്ഫളില്ലാഹ യഹ്ഫളുക, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, എന്നാൽ അല്ലാഹു നിങ്ങളെ സൂക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. ഇഹ്ഫളില്ലാഹ യഹ്ഫളുക, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു നിങ്ങളെയും സൂക്ഷിക്കും. അതെങ്ങനെയാണ് നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത്? അല്ലാഹു തിരിച്ചെങ്ങനെയാണ് നമ്മെ സൂക്ഷിക്കുന്നത്? രണ്ടും പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക, നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ചാൽ, അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹുവിനെ മുമ്പിൽ കണ്ടെത്താൻ കഴിയുമെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ നേരെ മുമ്പിലേക്ക് അല്ലാഹു കടന്നു വരും. ശ്രദ്ധിക്കണം, വിഷയം നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കുന്ന ഒരു വിഷയമാണ്. ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക, നീ നിന്റെ റബ്ബിനെ സൂക്ഷിച്ചാൽ നിന്റെ മുമ്പിലേക്ക് അല്ലാഹു കടന്നു വരുമെന്നാണ്. അല്ലാഹുവിനെ മുമ്പിൽ കണ്ടെത്താൻ കഴിയുമെന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടത്? അതാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്. രാത്രി സമയമായാൽ ആകാശത്തുള്ള മലായികകൾ ഭൂമിയിലേക്ക് നോക്കാറുണ്ട്. രാത്രി സമയമായാൽ ആകാശത്തുള്ള മാലാഖമാര് ഭൂമിയിലേക്ക് നോക്കാറുണ്ട്. എന്തിനെന്നറിയോ? മുകളിലുള്ള ആകാശങ്ങളിലുള്ള നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് പ്രകാശം പരത്തുന്നത് പോലെ ഭൂമിയിലുള്ള ചില വീടുകൾ ആകാശത്ത് പ്രകാശം പരത്താറുണ്ട് എന്നാണ്. ഇന്ന അഹ്ലസ് സമാഇ ലയറൗന ബുയൂത അഹ്ലദ് ദിക്രി തുദീഉ ലഹും കമാ തുദീഉൽ കവാകിബു ലി അഹ്ലിൽ അർളി. എങ്ങനെയാണോ ആകാശങ്ങളിലുള്ള നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് പ്രകാശം പരത്തുന്നത്, അതേപോലെ ഭൂമിയിലുള്ള ചില വീടുകൾ ആകാശങ്ങളിലും പ്രകാശം പരത്തുന്നുണ്ട് എന്നാണ്. ആ ഒരു പ്രകാശം ലഭിക്കാൻ ആകാശങ്ങളിലുള്ള മാലാഖമാര് ഭൂമിയിലേക്ക് നോക്കുമെന്നാണ്. ആരാണ് ആ പ്രകാശം പരത്തുന്നവർ? രാത്രിയായാൽ എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണവർ. സ്വല്ലൂ ബില്ലൈൽ വന്നാസു നിയാം, ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോ 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടില്ലയോ? ആ ജനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അല്ലാഹുവിന് വേണ്ടി 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവർ, അല്ലാഹുവിന് വേണ്ടി പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവർ, രാത്രിയെ 3-ൽ 2 ഭാഗമാക്കി 3 ഭാഗമാക്കി 3-ൽ 2 ഭാഗം ഉറങ്ങാനും 1 ഭാഗം ഇബാദത്തിനും വേണ്ടി നമ്മൾക്ക് മാറ്റിവെക്കാമല്ലോ. ഒരു 3 മണിക്ക് എണീക്കാം, 4 മണിക്ക് എണീക്കാം, 4:30 മണിക്ക് 5 മണിക്കൊക്കെ എണീക്കാം. ഏകദേശം
സുബഹി ബാങ്കിന്റെ അരമണിക്കൂർ മുമ്പോ ഒരു മണിക്കൂർ മുമ്പോ ഒക്കെ നമ്മൾ എണീക്കാൻ സാധിക്കും എല്ലാ ദിവസവും. ആ സമയത്താണ് ആകാശങ്ങളിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരുന്നത്. ആ സമയത്താണ് എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകുന്നത്. ആ സമയത്താണ് ഏത് പാവങ്ങളും അള്ളാഹു പുറത്തു വരുന്നത്. ആ സമയത്താണ് ഏത് പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിക്കുന്നത്. ഒന്നാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരുന്ന സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട്, ഖുർആൻ ഓതിക്കൊണ്ട്, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട്, ദിക്ർ ചൊല്ലിക്കൊണ്ട് വീടുകളെ ധന്യമാക്കുന്നവർ ആരാണോ അവരുടെ വീടുകൾ പ്രകാശപൂരിതമായിരിക്കുമെന്നും അവരുടെ വീടുകളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി മലായികകൾ ഭൂമിയിലേക്ക് നോക്കുമെന്നും മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എങ്ങനെയാണ് അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടത്? എല്ലാവരും ഉറങ്ങുമ്പോൾ നമ്മൾ ഉറങ്ങാൻ പാടില്ല. നമ്മൾ അല്ലാഹുവിന് വേണ്ടി ഒരൽപ്പ സമയം കണ്ടെത്തേണ്ടതുണ്ട്. എല്ലാവരും കിടന്നുറങ്ങുകയാണ്. നമ്മൾ ഉറങ്ങിയാൽ ആരും ചോദിക്കില്ല, എന്തേ നീ ഉറങ്ങുന്നത്, എന്തേ നീ തഹജ്ജുദ് നിസ്കരിക്കാത്തത്, ആരും ചോദിക്കില്ല. പക്ഷേ ആരും ചോദിക്കില്ലെങ്കിലും എന്റെ റബ്ബിന് വേണ്ടി ഞാനൊരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഞാൻ ചെലവഴിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മുടെ ഉറക്കിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഖുർആൻ ഓതാൻ, ദിക്ർ ചൊല്ലാൻ, തഹജ്ജുദ് നിസ്കരിക്കാൻ സമയം കണ്ടെത്തലാണ് അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയുന്നത്. മഹാനായ ഹസൻ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, മാ ബാലുൽ മുതഹജ്ജിദീന മിൻ അഹ്സനിൻ നാസി വുജൂഹാ. തഹജ്ജുദ് നിസ്കരിക്കുന്നവരുടെ മുഖത്തിന് പ്രകാശം ലഭിക്കാനുള്ള കാരണം എന്താണ്? തഹജ്ജുദ് നിസ്കരിക്കുന്നവരുടെ മുഖത്തിന് ഒരു വെളിച്ചം കിട്ടാനുള്ള കാരണം എന്താണ്? ആ മുഖത്തിന് എന്തെന്നില്ലാത്ത പ്രഭ, എന്തെന്നില്ലാത്ത പ്രകാശം, ഗൗരവം, വഖാർ, ഗാംഭീര്യം എങ്ങനെ ലഭിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ഇന്നഹും ഖലൗ ബിർറഹ്മാൻ. അവർ അല്ലാഹുവുമായി ഒഴിഞ്ഞു നിന്നു. അല്ലാഹുവിനോട് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാൻ, അല്ലാഹുവിന് വേണ്ടി ഒറ്റയ്ക്കിരുന്ന് ജനങ്ങളുടെ സുഖങ്ങളിൽ നിന്ന്, ദുനിയാവിന്റെ സുഖങ്ങളിൽ നിന്ന്, ആരും കാണാത്ത സമയങ്ങളിൽ അല്ലാഹുവിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കാൻ അവർ സമയം കണ്ടെത്തിയതുകൊണ്ട് ഫഅൽബസഹും നൂറൻ മിൻ നൂരി. അല്ലാഹു പ്രകാശമാണ്, അല്ലാഹു വെളിച്ചമാണ്, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്. അല്ലാഹു ആകാശങ്ങളുടെ ഭൂമിയുടെ വെളിച്ചമാണ്, പ്രകാശമാണ്. ആ പ്രകാശത്തിൽ നിന്നൊരംശം തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് അല്ലാഹു ഇട്ടുകൊടുക്കുകയാണ് എന്ന് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പൊ നിരന്തരമായി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളുടെ മുഖത്തിന് വെളിച്ചമുണ്ടാകും, ഗൗരവമുണ്ടാകും, ഗാംഭീര്യമുണ്ടാകും, പ്രകാശമുണ്ടാകും. ജനങ്ങൾക്ക് അവരോട് പ്രത്യേകമായ സ്നേഹവും ബഹുമാനവും ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു നിങ്ങളെ സൂക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തിരിച്ചു സൂക്ഷിക്കുന്നതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഹാക്കിം എന്നവർ ഉദ്ധരിക്കുന്ന സംഭവം, സഫീന റളിയല്ലാഹു അൻഹു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമാണ്. സഫീന റളിയല്ലാഹു അൻഹു റഖിബത്തുൽ ബഹ്റ, ഞാൻ കടലിലൂടെ സഞ്ചരിക്കുകയാണ്. അഥവാ നമ്മൾ അസാധ്യമെന്ന് വിചാരിക്കുന്ന സംഭവങ്ങൾ, ഒരിക്കലും നടക്കൂല എന്ന് വിചാരിക്കുന്ന സംഭവങ്ങൾ അല്ലാഹു നടത്തി തരും. ഇംപോസിബിൾ എന്ന് നമ്മൾ പറയും, അത് നടക്കൂല നമ്മൾ പറയും, പക്ഷെ നടക്കും. താമസം ഭൂതം കണ്ട് താഴേക്ക് വീഴുകയാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, നബിയേ, എന്റെ ശരീരത്തെ എനിക്ക് നരകത്തിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയും. നമ്മൾക്കൊക്കെ നമ്മുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയും. നരകത്തിൽ വീഴാതെ സൂക്ഷിക്കാൻ എല്ലാവർക്കും കഴിയും. ഇവിടെ ഇരിക്കുന്ന A to Z എല്ലാവർക്കും കഴിയും സ്വന്തം ശരീരം നരകത്തിലേക്ക് വീഴാതിരിക്കാൻ. പക്ഷെ നിങ്ങളുടെ ശരീരം നരകത്തിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങളെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കാൻ എനിക്ക് കഴിയില്ല, എന്നെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. അപ്പൊ അദ്ദേഹം പറയാണ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ ശരീരത്തെ ഞാൻ നരകത്തിൽ നിന്ന് സംരക്ഷിച്ചോളാം, പക്ഷെ എന്റെ ഭാര്യയുടെ കാര്യം ഞാൻ എങ്ങനെയാ ഉറപ്പ് തരാ? നമ്മുടെ ഭാര്യയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നമ്മൾ കഴിയോ? ലൂത്ത് നബിക്ക് കഴിഞ്ഞിട്ടില്ല. നൂഹ് നബിയുടെ മകനെ നൂഹ് നബിക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. നൂഹ് നബിയുടെ ഭാര്യയെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ഭാര്യയുടെ വിഷയം ഞാൻ എങ്ങനെയാ പറഞ്ഞ, ഭാര്യയെ നീ സംരക്ഷിക്കണം, മക്കളെയും സംരക്ഷിക്കണം. മക്കളെ നൂഹ് നബിക്ക് കഴിഞ്ഞിട്ടില്ല.
പേടിച്ചുകൊണ്ട് നിലത്ത് വീണു. ഉടനെ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, യാ ഫതാ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹം അത് പറയുകയും അവിടെ തന്നെ മരിച്ചു പോവുകയും ചെയ്തു. ഈ ഒരൊറ്റ ആയത്താണ് മരണപ്പെടാൻ കാരണമായത്. ഇതുപോലെയായിരുന്നു പ്രഗത്ഭരായ മഹാന്മാരായ സഹാബാക്കൾ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാഹുവിന്റെ സഹായം അവർക്ക് ലഭിക്കുകയുണ്ടായി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാഹുവിന്റെ സഹായം അവർക്ക് ലഭിക്കുകയുണ്ടായി. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾക്കറിയാം. മുനാഫിഖീങ്ങളായ ശത്രുക്കളിൽ ചില ആളുകൾ ഖുർആൻ പഠിപ്പിച്ചു തരാൻ ചില ആളുകളെ പറഞ്ഞയച്ചു തരണമെന്ന് നബി തങ്ങളോട് പറഞ്ഞു കൊടുത്തപ്പോ 6 ആളുകളെയാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞയച്ചത്. അതിലൊരാൾ ഖുബൈബ് തങ്ങളാണ്. ബദറിൽ തന്റെ കുടുംബക്കാരെ വെട്ടിവീഴ്ത്തി എന്ന കാരണത്താൽ ഖുബൈബിനെ വധിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ആ കൊല്ലപ്പെട്ടവരുടെ കുടുംബം ഖുബൈബിനെ വാങ്ങുകയാണ്. അദ്ദേഹത്തെ തൂക്കിലേറ്റ് വധിക്കാൻ വേണ്ടി. തൂക്കിലേറ്റുന്നത് വരെ ഒരു വീട്ടിൽ തടങ്കലിലായി ജയിലിലായി അദ്ദേഹത്തെ പാർപ്പിക്കുകയാണ്. ഒരു വീട്ടിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആ വീട്ടുകാര് പറയുന്നുണ്ട്, ഞങ്ങളിടയ്ക്കിടെ ഖുബൈബിന്റെ വീട്ടുറൂമിലേക്ക് പോകുമ്പോൾ അവിടെ മക്കയിൽ കാണാത്ത വ്യത്യസ്തമായ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ ഞങ്ങൾ കണ്ടിരുന്നു എന്ന്. മക്കയിൽ മക്കയിൽ പരിചയമില്ലാത്ത വൈവിധ്യമാർന്ന ഭക്ഷണം മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ റൂമിൽ ഞങ്ങൾ കണ്ടിരുന്നു എന്ന് ആ സമയത്ത് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആ ശത്രുക്കളായ കുടുംബം ഉദ്ധരിക്കുന്നുണ്ട്. ആരാണ് ആ ഭക്ഷണം കൊടുത്തത്? ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ആകാശലോകങ്ങളിൽ നിന്ന് ഭക്ഷണത്തിന്റെ തളിക ഇറക്കിയിട്ടുണ്ട്. അതൊരു പ്രവാചകന് കൊടുത്ത മുഅ്ജിസത്താണ്. എന്നാൽ ഇവിടെ മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ സ്വന്തം റൂമിലേക്ക് അല്ലാഹു വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ കൊടുത്തു എന്നാണ്. അതേപോലെയല്ലയോ മറിയം ബീവി റളിയല്ലാഹു അൻഹാ? പരിശുദ്ധമായ ഖുർആനിൽ കാണാം, വകഫലഹാ സക്കരിയ നബി അലൈഹിസ്സലാമാണ് മഹദിയായ നമ്മുടെ മറിയം ബീവി റളിയല്ലാഹു അൻഹുവിനെ വളർത്തുന്നത് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമാണ്. സക്കരിയ നബി അലൈഹിസ്സലാം റൂമിലേക്ക് കടന്നു ചെല്ലേണ്ട താമസം മറിയം ബീവി റളിയല്ലാഹു അൻഹ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കാണുന്നുണ്ട്. ഉടനെ തന്നെ ചോദിക്കുന്നു, അന്നാ ലക്കി ഹാദാ, ഇതെവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന്. ഇതെവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? നീ വൈവിധ്യമാർന്ന ഭക്ഷണം ആരാണ് തന്നത് എന്ന് ചോദിക്കുന്നുണ്ട് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം. ഫലമ്മാ വളഅത്ഹാ ഖാലത് റബ്ബി ഇന്നി വളഅത്ഹാ ഉൻസാ والله أعلم بما ضلعت وليس الذكر كالأنثى وإني سميتها مريم وإني أعيذها بك وذريتها من الشيطان الرجيم. പ്രസവിക്കുന്ന സമയത്ത് പൈശാചികമായ ശർറിൽ നിന്ന് എന്റെ മക്കളെ കാക്കണേ എന്ന് ദുആ ചെയ്തതിന്റെ ഫലമായിട്ട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന് പൈശാചികമായ ശർ ഉണ്ടായിട്ടില്ല എന്ന് കാണാം. ഒരു ഉമ്മയുടെ ബാധ്യതയാണത്, ഒരു പിതാവിന്റെ ബാധ്യതയാണത്. ഒരു ഉമ്മ ഫലമ്മാ വളഅത്ഹാ, മറിയം ബീവി റളിയല്ലാഹു അൻഹയെ ഗർഭം ചുമക്കുന്ന സമയത്ത് മഹദിയുടെ മാതാവ് വയറ്റിൽ കൈവച്ചുകൊണ്ട് ഇടയ്ക്കിടെ ദുആ ചെയ്യാറുണ്ടായിരുന്നു. വഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ, എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ പിശാചിന്റെ ശർറിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്. ഗർഭിണികളായ എല്ലാ ഉമ്മമാരും ഈ ദുആ പഠിക്കണേ. ഗർഭിണികളായ എല്ലാ ഉമ്മമാരും ഈ ദുആ പഠിക്കണേ. എന്നിട്ട് പ്രസവിക്കുന്നത് വരെ നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരിക്കണേ. ഒന്ന് വയറ്റിൽ കൈവച്ചുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ, എന്റെ കുഞ്ഞിനെ പിശാചിന്റെ ശർറിൽ നിന്ന് കാക്കണേ എന്നുള്ള പ്രാർത്ഥന, അത് പൈശാചികമായ ചിന്തകൾ നമ്മുടെ മക്കൾക്കില്ലാതിരിക്കാൻ കാരണമാകും. മക്കൾ സ്വാലിഹീങ്ങളായി വളരാൻ കാരണമാകും. മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ പ്രസവിക്കപ്പെട്ടപ്പോൾ മഹദിയെ സൂക്ഷിക്കാൻ, ശ്രദ്ധിക്കാൻ, പരിപാലിക്കാൻ ഏൽപ്പിച്ചത് സക്കരിയ നബി അലൈഹിസ്സലാമിനെയാണ്. കുല്ലമാ ദഖല അലൈഹാ
زكريا المحراب وجد عندها رزقا. സക്കരിയ നബി അലൈഹിസ്സലാം കടന്നു വരുമ്പോ മറിയം ബീവിയുടെ അടുത്ത് ഇഷ്ടം പോലെ ഭക്ഷണങ്ങൾ കാണാറുണ്ട്. ഉടനെ തന്നെ ചോദിച്ചു, ഖാല യാ മറിയം, മറിയം ബീവിയേ, അന്നാ ലകി ഹാദാ, എവിടെന്നാണ് ഈ ഭക്ഷണം കിട്ടിയത്? ആരാണ് ഈ ഭക്ഷണം തന്നത്? ഉടനെ തന്നെ പറഞ്ഞു, ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്, ഇതിന്റെ റബ്ബ് തന്നതാണ്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല, ഇത് ഖുർആനിലെ ആയത്താണിത്, പരിശുദ്ധമായ ഖുർആനിലെ ആയത്താണിത്. വലിയ അത്ഭുതമൊന്നുമില്ല. ആകാശ ലോകങ്ങളിൽ നിന്ന് അല്ലാഹു ഭക്ഷണം കൊടുക്കുന്ന അത്ര വലിയ അത്ഭുതമാണോ ഒരു സിംഹം ഒരാളെ കടിക്കാതെ അയാൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത്? ആണോ? അല്ല, ആകാശ ലോകങ്ങളിൽ നിന്ന് അല്ലാഹു ഭക്ഷണം ഇറക്കി കൊടുക്കുകയാണ്. ആർക്ക്? മറിയം ബീവിക്ക്. അത് ഖുർആൻ പറഞ്ഞ സംഭവമാണ്. അത്ര വലിയ സംഭവമാണോ ഒരു സിംഹം ഒരാളെ കടിക്കാതെ വെറുതെ വിടുന്നത്? അല്ല. അപ്പൊ ഈ മറിയം ബീവി പറഞ്ഞു, ഹുവ മിൻ ഇൻദില്ലാഹ്, എന്റെ റബ്ബ് എനിക്ക് തന്നതാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു ഒരാൾക്ക് എന്തെങ്കിലും നൽകാൻ ഉദ്ദേശിച്ചാൽ ഒരു കണക്കില്ലാതെ ഖണ്ഡമാനം എന്താ വേണ്ടത്, വേണ്ടതെല്ലാം അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾ അധ്വാനിക്കുന്നുണ്ടോ ഇല്ലേ എന്ന കണക്കില്ല. നിങ്ങൾ എന്ത് തുടങ്ങിയാലും ബിസിനസ് വിജയമാണ്, എന്ത് തുടങ്ങിയാലും സക്സസ് ആണ്, എവിടെയും നിങ്ങൾക്ക് പരാജയമില്ല. എന്നാൽ ചില ആളുകൾ എന്ത് തുടങ്ങിയാലും തകർച്ചയാണ്. തകർന്ന് 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 കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ ഉണ്ടാകും ചില ആളുകൾക്ക്. എന്നാൽ ചില ആളുകൾ 10 രൂപ കൊണ്ട് തുടങ്ങിയാലും അത് ലക്ഷങ്ങളുടെ ബിസിനസ്സായി പടർന്നു വന്നിരിക്കും. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു ഇഷ്ടം പോലെ, തോന്നിയതുപോലെ, കണക്കില്ലാതെ അല്ലാഹു നൽകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അല്ലാഹുവിന്റെ ദിക്റിൽ അധിഷ്ഠിതമായ ജീവിതം, അല്ലാഹുവിന്റെ ദീനിനെ സ്നേഹിച്ചുകൊണ്ടുള്ള ജീവിതം, സൽപ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ടുള്ള ജീവിതം, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ടുള്ള ജീവിതം. എങ്ങനെയാണ് അല്ലാഹുവിനെ പേടിക്കേണ്ടത്? നാട്ടിലുണ്ടാകുമ്പോൾ നല്ല ആളാണ്, പക്ഷെ സ്കൂളിലെത്തിയാൽ സ്വഭാവം മാറി, ഗൾഫിലെത്തിയാൽ സ്വഭാവം മാറി, മാതാപിതാക്കളുടെ കണ്ണിൽ നിന്ന് മറയത്തെത്തിയാൽ സ്വഭാവം മാറി, അധ്യാപകരുടെ, ഉമ്മയുടെ, ഉസ്താദുമാരുടെ മറയത്തെത്തിയാൽ സ്വഭാവം വേറെയാണ്. അല്ല, പർദ്ദ ധരിക്കുന്ന അച്ചടക്കമുള്ള ഒരു പെൺകുട്ടി ക്യാമ്പസിന്റെയോ കലാലയങ്ങളുടെയോ ചുവരുകൾക്കകത്തലങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തട്ടമില്ല, പർദ്ദയില്ല, യൂണിഫോം മാത്രമാണ്. സ്വഭാവം മാറി, പെരുമാറ്റം മാറി, സംസ്കാരം മാറി. ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായാൽ അല്ലാഹുവിന്റെ സഹായം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. അല്ലാഹുവിന്റെ ശിക്ഷയാണ് പകരമുണ്ടാവുക. അതുകൊണ്ട് ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിലും ഹറാം ചെയ്യാൻ ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ വരെ, കള്ളു കുടിക്കാൻ സാഹചര്യമുണ്ടായാൽ, വ്യഭിചരിക്കാൻ സാഹചര്യമുണ്ടായാൽ, ഹറാം ചെയ്യാൻ സാഹചര്യമുണ്ടായാൽ, തോന്നിവാസങ്ങൾ ചെയ്യാൻ സാഹചര്യമുണ്ടാകുമ്പോ ആ സാഹചര്യങ്ങളിൽ ആരും കാണൂല, ആരും അറിയൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ വരെ അല്ലാഹുവിനെ പേടിച്ച് മാറി നിൽക്കുക എന്ന് മാറി നിൽക്കലാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ? സൗണ്ട് തിരിയുന്നുണ്ടോ? പറഞ്ഞത് മനസ്സിലായോ? എന്താ ഇഹ്ഫദില്ല എന്ന് പറഞ്ഞാൽ? ഹറാം ചെയ്യാൻ അവസരമുണ്ട്, കഞ്ചാവ് ഉപയോഗിക്കാൻ അവസരമുണ്ട്, കള്ളു കുടിക്കാൻ അവസരമുണ്ട്, വ്യഭിചരിക്കാൻ അവസരമുണ്ട്, പ്രണയിക്കാനും ചാറ്റ് ചെയ്യാനും ചീറ്റ് ചെയ്യാനും സംസാരിക്കാനും ബൈക്കിലൂടെ കറങ്ങാനും കാറിലൂടെ കറങ്ങാനും എല്ലാറ്റിനും അവസരമുണ്ട്. മോഷണം നടത്താൻ അവസരമുണ്ട്, സിനിമ കാണാൻ അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങളിൽ ആരും അറിയില്ല, ഞാനും ഇയാളുമല്ലാതെ, അഥവാ തന്റെ കൂടെയുള്ളവരല്ലാതെ വേറെ ഒരാളും അറിയില്ല എന്ന ഉറപ്പുള്ള സാഹചര്യത്തിൽ വരെ എന്റെ റബ്ബ് കാണുമല്ലോ എന്ന പേടിയോടെ ഹറാമിൽ നിന്ന് മാറി നിൽക്കലാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാതെ പള്ളിയിൽ പോയി നിസ്കരിക്കലൊന്നല്ല, തഹജ്ജുദ് നിസ്കരിക്കലല്ല, ഖുർആൻ ഓതലല്ല. ഹറാം ചെയ്യാൻ അവസരം ഉണ്ടാകുമ്പോൾ അല്ലാഹുവിനെ പേടിച്ച് മാറി നിൽക്കലാണ്. അതാണ് തഖ്വ. ശേഷം അതിന്റെ വിശദീകരണം മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്നുണ്ട്. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? ഞാൻ പറയുന്നത്, മഹാന്മാരായ സ്വഹാബാക്കൾക്ക് അല്ലാഹു അത്ഭുതകരമായ ചില സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട്, ചില ഹിഫ്ള്, പ്രൊട്ടക്ഷൻ, സംരക്ഷണം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് കൊടുത്തു? അവർ അല്ലാഹുവിനെ സൂക്ഷിച്ചു. എവിടെ? രഹസ്യമായ സമയങ്ങളിലും പരസ്യമായ സമയങ്ങളിലും.
ആളുകൾക്കിടയിലും ഒറ്റയ്ക്കും എല്ലാ സമയത്തും അള്ളാഹുവിനെ പേടിച്ചതുകൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹു മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് വരും, നല്ല സംഖ്യ എല്ലാവരും ഇട്ടിട്ട് സഹായിക്കുക. ഇൻഷാ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ മദ്രസയുടെ 50-ാം വാർഷികം അല്ലേ 50-ാം വാർഷികമാണ്. തറയിട്ടാൽ മദ്രസ സമദ് ഉസ്താദ് അഹ്മദ് ഹുദവി ഇവിടെ ഉണ്ട്, എൻ്റെ ഉസ്താദാണ്. ഗോൾഡൻ ജൂബിലി ആണ് ഇൻഷാ അല്ലാഹ്. ഇന്നും നാളെ ആയിട്ട് ഇന്ന് ലാസ്റ്റ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു ഖൈർ ചെയ്യട്ടെ. ബാധ്യതകളും കടങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത് ആ ബക്കറ്റ് നിങ്ങൾ ഒരു അർശിന്റെ തണൽ കിട്ടാനുള്ള ഒരു അമലായിട്ട് ഏറ്റെടുക്കണം. ഏറ്റവും ഇഷ്ടമുള്ള ഒരു നോട്ട് വലത് കൈയിലിടുക, ഇടത് കൈ അറിയരുത്, എങ്കിൽ അർശിന്റെ തണൽ കിട്ടും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നോട്ട്, ആർക്കും വേണ്ടാത്ത നോട്ടുകൾ ഇടരുത്. 10ഉം 20ഉം ഇട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അർശിന്റെ തണൽ കിട്ടും അത്തരം ബക്കറ്റുകളിലൂടെ. ഉറപ്പാണ്, 100% എനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നോട്ട് കെട്ടുകൾ, സംഖ്യകൾ ഇത്തരം ബക്കറ്റുകളിൽ നിങ്ങൾ ഇടുകയാണെങ്കിൽ ഇപ്പുറത്തുള്ളവരെയോ കാണിക്കാതെ നിങ്ങളുടെ കൈകൾ കൊണ്ട് പിടിച്ച് ഇത്തരം ബക്കറ്റുകളിലേക്ക് നിങ്ങൾ ഇടാൻ. 2000 രൂപ നിങ്ങൾ 20 രൂപക്ക് പകരം 2000 രൂപയാണ് നിങ്ങൾ ഇടുന്നത്. 1000-ന്റെയും 500-ന്റെയും നോട്ടുകെട്ടുകൾ എവിടെ വാത് കണ്ടാലും എവിടെ ബക്കറ്റ് വന്നാലും ആരും കാണാതെ പേഴ്സിൽ നിന്ന് നോക്കിയിട്ട് പേഴ്സ് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നോട്ട് എടുത്തിട്ട് അല്ലാഹുവേ വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയുന്നില്ല, അർശിന്റെ തണൽ തരണം എന്ന നിയത്തോട് കൂടിയിട്ടാൽ അർശിന്റെ തണൽ കിട്ടും എന്ന് 100% ഉറപ്പാണ്. ആ സ്വദഖ അല്ലാഹു സ്വീകരിക്കുമെന്നും ഉറപ്പ് തന്നെയാണ്. കളയരുത്. നമ്മൾ അത്തരം വലിയ സുവർണ അവസരങ്ങളെ 10ഉം 20ഉം ഇട്ടുകൊണ്ട് കളയുകയാണ്, അവസരം നഷ്ടപ്പെടുത്തുക അല്ലേ. നേരെ മറിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് 10,000 തരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ തരുന്നവരുണ്ടാകും, 2000 തരുമെന്ന് ചോദിച്ചാൽ തരുന്നവരുണ്ടാകും, 1000 തരുമെന്ന് ചോദിച്ചാൽ തരുന്നവരുണ്ടാകും. എന്ന ബക്കറ്റിൽ അത്തരം നോട്ടുകൾ കാണാറേ ഇല്ല. ഉണ്ടാ? ഞാൻ പറയുന്നത് തെറ്റാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ബക്കറ്റിൽ 2000-ന്റെ നോട്ട് കാണാറില്ല. മാക്സിമം പോയാൽ 100 രൂപ, 500-ന്റെ നോട്ടുകൾ വരെ ബക്കറ്റുകളിൽ വളരെ വിരളമായിരുന്നു. നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എന്ത് വേണം? ബക്കറ്റുകൾ അർശിന്റെ തണൽ കിട്ടാൻ അതിനു വേണ്ടിയുള്ളൊരു മാധ്യമമായി, ഒരു ഡിവൈസായി നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്ത്രീകളായാലും പുരുഷന്മാരായാലും എവിടെയാണെങ്കിലും ആ ബക്കറ്റിലൂടെ നല്ല ഇഷ്ടപ്പെട്ട, ഞാൻ അത്രയൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ പേഴ്സിൽ നിങ്ങളുടെ കൈകളിലുള്ളതിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കണം. അത് എത്രയായാലും കുഴപ്പമില്ല. ഇഷ്ടമുള്ളത് കൊടുക്കുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം തരും. അപ്പൊ വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയരുത് എന്ന ഡിമാൻഡ് കൂടിയുണ്ട്. കൊണ്ടുവരുന്ന സംഘാടകനെ 2000 രൂപയാണ് ഇടുന്നതെങ്കിൽ 2 വട്ടം ഇങ്ങനെ നോക്കണ്ട. അപ്പൊ സംഘാടകം കാണും, ഇപ്പുറത്തുള്ള ആൾ കാണും, അത് വേണ്ട. വേഗം എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് അതിട്ടോ. അയാൾക്കറിയില്ല, നിങ്ങൾക്കറിയില്ല, ആർക്കും അറിയില്ല എത്ര ഇട്ടു. ഏതായാലും ഇൻഷാ അല്ലാഹ് എല്ലാവരും സഹകരിക്കും. സംഘാടകര് നമ്മുടെ മദ്രസിന് വേണ്ടിയിട്ടൊന്നല്ല, നമ്മൾക്ക് വേണ്ടിയിട്ട്, നമ്മൾക്ക് നാളെ രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു നാളെ അർശിന്റെ തണൽ ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ഈ രീതിയിൽ മഹാന്മാരായ സ്വഹാബാക്കൾ അല്ലാഹുവിനെ പേടിച്ചതുകൊണ്ടും സൂക്ഷിച്ചതുകൊണ്ടും അല്ലാഹുവിന്റെ സഹായം അവർക്കുണ്ടായി അത്ഭുതകരമായ ഘട്ടങ്ങളിലൊക്കെ. ഇനി കേൾക്കണം, മഹാനായ നാഫി എന്നവർ പറയുന്നുണ്ട്, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു 2 ആയത്ത് ഓതുമ്പോൾ കരയാതെ ഓതാറുണ്ടായിരുന്നില്ല. 2 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കരയാതെ ഓതിയിട്ടേയില്ല. ഏതാണ് ആയത്ത്? وَإِن تُبْدُوا مَا فِي أَنفُسِكُمْ أَوْ تُخْفُوهُ يُحَاسِبْكُم بِهِ اللَّهُ يَغْفِرُ لِمَن يَشَاءُ وَيُعَذِّبُ مَن يَشَاءُ وَإِن تُبْدُوا مَا فِي أَنفُسِكُمْ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ നിങ്ങൾ പരസ്യപ്പെടുത്തിയാലും പരസ്യപ്പെടുത്താതെ മനസ്സിൽ തന്നെ വെച്ചാലും യുഹാസിബുക്കും ബിഹില്ലാഹ് അല്ലാഹു അതിനെ ചോദ്യം ചെയ്യുകയും ഫയഗ്ഫിറു ലിമൻ യശാഉ ചില ആളുകൾക്ക് അല്ലാഹു മാപ്പ് നൽകും വയുഅദ്ദിബു മൻ യശാഉ ചില ആളുകളെ ആ ചിന്തയുടെ പേരിൽ അല്ലാഹു ശിക്ഷിക്കും.
ചെവിയും നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ ഹൃദയവും അല്ലാഹു നാളെ ചോദ്യം ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ. ചെവിയിലൂടെ കേട്ടതിന് സമാധാനം പറയേണ്ടി വരും, കണ്ണിലൂടെ കണ്ടതിനും സമാധാനം പറയേണ്ടി വരും, ഹൃദയത്തിലൂടെ ചിന്തിച്ചതിന് വരെ അല്ലാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരുമെന്നും അല്ലാഹു നാളെ ചോദ്യം ചെയ്യുമെന്നും അതിന്റെ പേരിൽ അല്ലാഹു ശിക്ഷിക്കുമെന്നും അർത്ഥമുള്ള ആയത്താണ് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്താണത്. ഇത് ഓതുമ്പോൾ ഇന്ന് വരെ ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? ഇന്ന് വരെ കരഞ്ഞ ഒരാളെ കൈപൊക്കെ ഈ സദസ്സിലുള്ള ആരെങ്കിലും ഒരാൾ, ഇപ്പൊ നമ്മൾ ജീവിച്ചിട്ട് 60, 50, 40, 30 വർഷമായി. ഖുർആന്റെ ഖത്തം വർഷത്തിൽ 1, 2, 3 തവണ ഓതി തീർക്കുന്നുണ്ട്. ഒരുപക്ഷെ ഹദ്ദാദ് ചെല്ലുന്നവർ നിരന്തരമായി ഓതുന്നുണ്ട്. ഒരു തവണയെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇങ്ങനൊരു ആയത്തുണ്ടെന്ന് അറിഞ്ഞോ ഖുർആനില്? ഇത് പറഞ്ഞല്ലേ ഇങ്ങനൊരു ആയത്തിന്റെ, പക്ഷെ ആയത്തിന്റെ അർത്ഥം ഇതാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്? സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗം وَإِن تُبْدُوا مَا فِي أَنفُسِكُمْ أَوْ تُخْفُوهُ يُحَاسِبُكُم بِهِ اللَّهُ. നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചിന്തകൾ അത് പരസ്യമാക്കിയാലും ശരി രഹസ്യമാക്കിയാലും ശരി അല്ലാഹു നാളെ ചോദ്യം ചെയ്യുമെന്നും അതിന്റെ പേരിൽ അല്ലാഹു നാളെ ശിക്ഷിക്കുമെന്നുമുള്ള ആയത്ത് പരിശുദ്ധ ഖുർആനിൽ ഇറക്കി. അപ്പോൾ മഹാന്മാരായ സ്വഹാബാക്കൾക്ക് അതൊരു പ്രയാസമായി തോന്നി. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ഈ ആയത്ത് ഓതുമ്പോൾ കരയാതെ ഓതിയിട്ടേ ഇല്ല എന്നാണ് മഹാനായ നാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. കരയാതെ ഓതിയിട്ടേ ഇല്ല, കരഞ്ഞുകൊണ്ടായിരുന്നു ഓതിയിരുന്നത്. ആർക്കാ പേടി വരാത്തത്? നമ്മൾക്ക് അല്ലാഹുവിനെ പേടിയില്ലാത്തതുകൊണ്ടാണ്. അല്ലാഹുവിനെ പേടിയുള്ള ഒരാൾക്ക് ഇത് ഓതുമ്പോ കരച്ചിൽ വരാതിരിക്കില്ല, ഉറപ്പാണ്. കാരണം എന്തേ? നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളെ പഠിച്ചോ നാളെ ചോദ്യം ചെയ്യും, നമ്മൾ പരാജയപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലാഹു നമ്മെ കാക്കട്ടെ. അല്ലാഹുവേ ഞങ്ങളെ പുറത്തു തരണേ അല്ലാഹ്. ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകളുടെ പേരിൽ നീ നാളെ ശിക്ഷിക്കുകയാണെങ്കിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് നാളെ രക്ഷപ്പെടാൻ കഴിയില്ല എന്നുറപ്പാണ്. അതുകൊണ്ട് അല്ലാഹുവേ നീ ഞങ്ങൾക്കറിയാതെ വന്നത് പുറത്തു തരണേ അല്ലാഹ് എന്ന് വെച്ച് പേടിക്കാനില്ല. അല്ലാഹുവിന്റെ തൊട്ടടുത്ത ആയത്ത് അല്ലാഹു ഇറക്കി. എങ്ങനെയാണ് ഇറക്കിയത്? തൊട്ടടുത്ത ആയത്ത് അല്ലാഹു പറഞ്ഞു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. പേടിക്കാണ്ട്. ഇത് പറഞ്ഞിട്ട് യാ അല്ലാഹ് എന്റെ കാര്യം പോക്കാണോ എന്ന് പറഞ്ഞിട്ട് എന്റെ ഹൃദയത്തിൽ എന്തൊക്കെ ചിന്തയുണ്ട്, അതിനൊക്കെ അല്ലാഹ് ശിക്ഷിച്ച ഞാൻ നരകത്തിലാണെന്ന് ഉറപ്പാണ്. ഇനി ഏതായാലും ഞാൻ നന്നായിട്ട് കാര്യമില്ല, അതൊന്നും വേണ്ട. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് കഴിയാത്തത് അല്ലാഹു നിങ്ങളോട് നിർബന്ധിക്കില്ല. അഥവാ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചിന്തകൾ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതാണ്, അല്ലെ? ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചിന്തകൾ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതാണ്. കഴിയില്ല, ഒരാൾക്കും കഴിയില്ല നിയന്ത്രിക്കാൻ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചിന്തകളെ. നമ്മളിങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പോഴാണ് ആരെങ്കിലും ഒരാൾ ഇങ്ങനെ കടന്നു പോകുന്നത്. അയാൾക്ക് 4 പൊട്ടിക്കണമെന്ന് തോന്നി മനസ്സിൽ, നമ്മളറിയാതെ വേണമെന്നല്ല ഇങ്ങനെ തോന്നിപ്പോയതാണ്. ഇങ്ങനെ ചിന്തിച്ച് എങ്ങനെ പൊട്ടിക്കും, എവിടെ നിന്ന് പൊട്ടിക്കും എന്നൊക്കെ പെട്ടെന്നാണ് ബോധം വന്നത്. പക്ഷെ പാടില്ലല്ലോ, അപ്പോഴേക്കും ചിന്തിക്കേണ്ടതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഒരു പെണ്ണ് ഇതിലൂടെ കടന്നു വന്നു. മാഷാ നല്ല പെണ്ണാണല്ലോ, അപ്പൊ എന്റെ പെണ്ണിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഇങ്ങനെ ചിന്ത വന്ന് എവിടേക്കോ എത്തി. പിന്നെ പെണ്ണിനെ കല്യാണം കഴിക്കുന്ന കുറിച്ച് ആലോചന. പക്ഷെ പെട്ടെന്ന് ബോധം വന്നു, യാ അല്ലാഹ് ഇത് പാടില്ലല്ലോ, ഇതിനൊക്കെ ശിക്ഷിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. ഇല്ല, അപ്പൊ പറഞ്ഞു ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് കഴിയാത്തത് അല്ലാഹു നിങ്ങളെ ഭാരമേൽപ്പിക്കില്ല, നിങ്ങൾക്ക് കഴിയാത്തത് അല്ലാഹു നിങ്ങൾ നിർബന്ധിപ്പിക്കില്ല. എന്നാലും കഴിവിന്റെ പരമാവധി നിങ്ങൾ പരിശ്രമിക്കണമെന്നാണ് പറഞ്ഞത്. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. അല്ലാഹുവേ, ഞങ്ങൾ മറന്നു ചെയ്താൽ ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ. അറിയാതെ ചെയ്താലും നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ. അറിയാതെ ചെയ്യലാണല്ലോ, അറിയാതെ കടന്നു വരികയാണല്ലോ ചിന്തകളൊക്കെ. മറന്നിട്ടോ അറിയാതെയോ കടന്നു വരുന്ന ചിന്തകൾ. റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർക്ക് നീ പ്രയാസങ്ങളും ഭാരങ്ങളും നൽകിയതുപോലെ ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തരുത് റബ്ബേ. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ. അല്ലാഹുവേ, കഴിയാത്തത് നീ ഞങ്ങളെ ഏൽപ്പിക്കല്ല റബ്ബേ, കഴിയാത്തത് ചെയ്യാൻ നീ ഞങ്ങളോട് പറയല്ല റബ്ബേ. വഅഫു അന്നാ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ. വഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പുറത്തു തരണേ. വർഹംനാ, ഞങ്ങളോട് കാരുണ്യം ചെയ്യണേ. അൻത മൗലാനാ, നീയാണ് ഞങ്ങളുടെ റബ്ബ്. ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ.
കാഫിരീൻ, സത്യനിഷേധികളുടെ മുമ്പിൽ ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ, ഞങ്ങളെ സഹായിക്കണേ എന്നുള്ള ആയത്ത് തൊട്ടുടനെയാണ് ഇറങ്ങാനുള്ള കാരണം. ഈ ആയത്തിറങ്ങിയപ്പോൾ മഹാന്മാരായ സ്വഹാബാക്കൾ വേദനയോടെ അള്ളാഹുവിനോട് പരാതി പറഞ്ഞതാണ്. ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകളെ കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്താൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകൂല നബിയേ എന്ന ഒരു സങ്കടം നബി തങ്ങളോട് പറഞ്ഞപ്പോ ആ ആയത്തിനെ നസ്ഖ് ചെയ്തുകൊണ്ടാണ് അടുത്ത ആയത്ത്. എന്നിട്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ ഈ ആയത്ത് ഓതുമ്പോൾ കരയാതെ ഓതിയിട്ടില്ല എന്നാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ബോധം നൽകട്ടെ. ഇങ്ങനെയൊക്കെയായിരുന്നു മഹാന്മാരായ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബാക്കൾ അല്ലാഹുവിനെ സൂക്ഷിച്ചിരുന്നത്. ഇങ്ങനെയൊക്കെയായിരുന്നു. ഇനി ഉമർ റളിയല്ലാഹു അൻഹുവിനെ നോക്ക്, ആരാ സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളാണ് ഉമർ തങ്ങൾ. ഉമറും ഫിൽ ജന്ന, വലതുഭാഗത്ത് സിദ്ദീഖും ഇടതുഭാഗത്ത് ഉമറും മധ്യത്തിലായി ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ മഹ്ശറ ലോകത്തേക്ക് ഇതുപോലെയാണ് നാളെ മഹ്ശറ ലോകത്തേക്ക് ഞാൻ വരുന്നത്. സിദ്ദീഖ് വലത് ഭാഗം, ഉമർ ഇടത് ഭാഗം. ഇതേപോലെ സിദ്ദീഖും ഉമറും നാളെ സ്വർഗത്തിലേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞിട്ട് ആ ഉമർ തങ്ങളുടെ ജീവിതത്തിലെ സൂക്ഷ്മത നമ്മൾ നോക്കണം. മഹാനായ ഉമർ തങ്ങൾ അനസ്തങ്ങൾ പറയാണ്, ഞാനൊരു തോട്ടത്തിൽ കയറി, ഒരു തോട്ടത്തിലേക്ക് ഞാൻ പോയി. അപ്പൊ ഉമർ തങ്ങളുണ്ട് അവിടെ. എന്റെയും ഉമറിന്റെയും ഇടയിൽ ഒരു ചുമരുണ്ട്. ആ ചുമരിന്റെ അപ്പുറത്താണ് ഉമർ തങ്ങളുള്ളത്. അമീറുൽ മുഅ്മിനീനാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷമാണ് ഉമർ തങ്ങൾ ആ ചുമരിന്റെ അപ്പുറത്ത് നിന്ന് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇങ്ങനെ പറയും, ബഖിൻ ലതത്തഖീന അല്ലാഹ ഇബ്നുൽ ഖത്താബ് ഔ ലയുഅദ്ദിബന്നക. ഖത്താബിന്റെ മോൻ ഉമറേ, നീ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചോളണം, നീ അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊള്ളണം, നീ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ചോളണം. ഇല്ലെങ്കിലോ ഔ ലയുഅദ്ദിബന്നക, ഞാൻ നിന്നെ ശിക്ഷിക്കുക തന്നെ ചെയ്യും, ഞാൻ നിന്നെ വിടൂല എന്ന് ആരായി പറയുന്നത്? ആരായി പറയുന്നത്? ഉമർ തങ്ങൾ സ്വന്തം ശരീഅത്തെ വിളിക്കാൻ, ഉമറേ ഞാൻ എന്നെ വിളിക്കാൻ, അതേപോലെ ഉമർ വിളിക്കാൻ, ഉമറേ ഉമറേ നീ അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടൂല. അഥവാ നീ ഒരു തെറ്റു ചെയ്താൽ അതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് തരുമെന്ന് ഒരു തോട്ടത്തിൽ ഒറ്റയ്ക്കിരുന്ന് സ്വന്തം ശരീരത്തെ ആക്ഷേപിക്കുകയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. സ്വർഗ്ഗം കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സന്തോഷ വാർത്ത അറിയിച്ച മഹാനാണ്. നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ അവസ്ഥ എന്താ? നമ്മളേതായാലും സ്വർഗത്തിൽ നമ്മൾ ഒപ്പിച്ചു, പിന്നെ ബാക്കിയുള്ള ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മളെല്ലാരും സ്വർഗത്തിലാണെന്നുള്ള ഉറപ്പിൽ നിങ്ങൾക്കും സ്വർഗം, നിങ്ങൾക്കും സ്വർഗം, നിങ്ങൾക്കും. അയാള് പിന്നെ നരകത്തിൽ ഉറപ്പാണ്. ചില ആളുകൾക്ക് നരകത്തിന്റെ ടിക്കറ്റ്, ചില ആളുകൾക്ക് സ്വർഗത്തിന്റെ ടിക്കറ്റ്. നമ്മളിങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്. സ്വർഗത്തിന്റെ ടിക്കറ്റ് കിട്ടിയവരൊക്കെ ജീവിച്ചത് വലിയ കഷ്ടപ്പാടില്ല. അള്ളാഹു നമ്മൾക്ക് പുറത്തു തരട്ടെ, അള്ളാഹു നമ്മൾക്ക് മാപ്പ് തരട്ടെ. ഉമർ തങ്ങളല്ലയോ മുനാഫിഖീങ്ങളുടെ ലിസ്റ്റ് കൊടുത്തപ്പോ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് പോയിട്ട് ഹുദൈഫ ആ ലിസ്റ്റ് ഒന്ന് തരുമെന്ന് ചോദിച്ചത്. നബി തങ്ങൾക്ക് അവസാന കാലത്താണ് മുനാഫിഖീങ്ങൾ ആരൊക്കെയാണ് എന്ന് നബി തങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തത്. അവസാന കാലത്താണ്. ആ സമയത്ത് ഒരു ലിസ്റ്റ് കൊടുത്തു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ. ലിസ്റ്റിൽ നിറയെ മുനാഫിഖീങ്ങളുടെ പേരാണ്. ഇതറിഞ്ഞു മഹാനായ ഉമർ തങ്ങൾ അറിഞ്ഞു. ഓടിച്ചെന്നിട്ട് ഹുദൈഫ ലിസ്റ്റ് ഒന്ന് തരുമോന്ന് വെച്ചു. ഞാൻ തരൂല, അല്ലാഹുവിന്റെ ഹബീബ് രഹസ്യമായി എന്നെ ഏൽപ്പിച്ച ഒരു രഹസ്യം ഞാൻ പരസ്യമാക്കൂല, ഞാൻ തരൂല. കുറെ നിർബന്ധിച്ചു, ഞാൻ തരൂല. അവസാനം ഉമർ തങ്ങൾ പറഞ്ഞു, ആ ലിസ്റ്റ് ഞാൻ ചോദിക്കുന്നത് ആരൊക്കെയുണ്ട് എന്നറിയാനല്ല, ആരൊക്കെയാണ് മുനാഫിഖീങ്ങൾ എന്നിട്ട് കളിയാക്കാൻ വേണ്ടിയിട്ടല്ല. നീ മുനാഫിഖായിരുന്നല്ലേ, ഓരോ ആളുകളെ വിളിച്ചിട്ട് നരകത്തിന് ടിക്കറ്റ് കൊടുക്കാനായിരുന്നില്ല. ആ ലിസ്റ്റ് ഞാൻ ചോദിച്ചത് എന്റെ പേര് അതിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു തആല എന്നെ മുനാഫിഖീങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അറിയാനാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആ ലിസ്റ്റ് ചോദിച്ചത്. ആരായി പറയുന്നത്? ആരായി പറയുന്നത്? സ്വർഗ്ഗം കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സന്തോഷ വാർത്ത അറിയിച്ച മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഇതാണ് സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ. ഇഹ്ഫളില്ലാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക. റബ്ബിനെ പേടിച്ച് ജീവിച്ചാൽ, സൂക്ഷ്മതയോടെ ജീവിച്ചാൽ അല്ലാഹുവിനെ മുമ്പിൽ കണ്ടെത്താം, അല്ലാഹുവിനെ മുമ്പിൽ കണ്ടെത്താൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വേറൊരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ ഒരു ഉദാഹരണം നിങ്ങൾക്കറിയാം. ഞാൻ വിശദീകരിക്കൂല, ഒരൊറ്റ ഉദാഹരണം വിശദീകരിക്കൂല, അറിയുന്ന വിഷയം.
നബി തങ്ങൾ യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ വാള് മരത്തിൽ തൂക്കിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നുറങ്ങിയതും ഒരു ആറാവി വന്നിട്ട് വാള് പിടിച്ചിട്ട് നബി തങ്ങളുടെ ഷോൾഡറിൽ വെച്ചിട്ട് ഞാൻ നിന്നെ കൊല്ലാൻ പോവാണ്, നിന്നെ രക്ഷിക്കാൻ ആർക്കാ കഴിയാന്ന് ചോദിച്ചത്. അപ്പൊ നബി തങ്ങൾ വരച്ചോ പതറിയോ? ഈമാനുള്ളവർ പതറൂല, എന്നെ റബ്ബ് സംരക്ഷിക്കും. ഉടനെ പറഞ്ഞു എന്റെ റബ്ബ് സംരക്ഷിക്കും, അള്ളാഹു ആരുമില്ല. നബി തങ്ങൾ ഒറ്റയ്ക്കാണ്. ആരാബി വാള് ഷോൾഡറിൽ വെച്ചിട്ടാ ചോദിക്കുന്നത്, ആരാ നിങ്ങളെ സംരക്ഷിക്കുക? ഞാൻ നിങ്ങളെ കൊല്ലാൻ പോവാണ്. സ്വഹാബാക്കളൊന്നും വിളിക്കാൻ കഴിയില്ല, വിളിക്കുന്ന സമയത്ത് തല എടുത്തു മാറ്റും. അള്ളാഹ് സംരക്ഷിക്കും എന്ന് പറഞ്ഞു. പിന്നെ പഠിച്ചോൻ സംരക്ഷിക്കണ്ട, പഠിച്ചോന്റെ കടമയല്ലേ അല്ലേ? നിങ്ങൾ പറഞ്ഞ നിങ്ങളെ സംരക്ഷിക്കും അല്ലാഹു. ഇത് നബി തങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകത അല്ല, നിങ്ങളെ സംരക്ഷിക്കും. പക്ഷെ നിങ്ങൾക്ക് അത് പറയാനുള്ള വിശ്വാസമാണ്, അത് പറയാനുള്ള കരുത്തും വേണം. നിങ്ങൾ ഇത് പ്രവാചകന്മാരുടെ പ്രത്യേകതയല്ല, സത്യവിശ്വാസികളെ ഒന്നടങ്കം സംരക്ഷിക്കുന്ന പറഞ്ഞത്. ഏത് വിഷയത്തിൽ? മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ ചിമ്മിങ്കലം തിന്നുണ്ടായി, മത്സ്യം ഭക്ഷിക്കുകയുണ്ടായി, മത്സ്യം വയറ്റിലാക്കുകയുണ്ടായി. 40 ദിവസത്തോളം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നിട്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഫനുബിദ ബിൽ അറാ, ഒരു ഒഴിഞ്ഞൊരു പ്രദേശത്തേക്ക് മത്സ്യം കടന്നു വരികയും യൂനുസ് നബി അലൈഹിസ്സലാമിനെ തുപ്പുകയും ചെയ്തു. 40 ദിവസം ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന്, അതും സമുദ്രത്തിന്റെ ആഴങ്ങളിൽ. ഭക്ഷണമുണ്ടോ, വെള്ളമുണ്ടോ, ഓക്സിജൻ ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? മരണം ഉറപ്പല്ലേ? ഒരു ദിവസം കിടന്ന 2 മണിക്കൂർ കിടന്ന മരണം ഉറപ്പല്ലേ? ശ്വാസം വേണ്ടേ? നിങ്ങൾക്ക് ഇതിൽ അത്ഭുതം ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടോ? അത്ഭുതമില്ലെങ്കിൽ പിന്നെ അത്ഭുതമില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ ഒരാൾക്ക് 1 മണിക്കൂർ ജീവിക്കാൻ കഴിയുമോ? ശ്വാസം മുട്ടി മരിക്കൂലേ? പാമ്പൊക്കെ ഭക്ഷിച്ച ഉടനെ തട്ടി പൊടിപൊടിയാക്കാറില്ലല്ലോ. ഭക്ഷിച്ചതിന് ശേഷം, വിഴുങ്ങിയതിന് ശേഷമാണ് ഒരു മരത്തിന്റെ വേരുകൾക്കിടയിലൊക്കെ പോയി അതിനെ അടിച്ചമർത്ത പൊട്ടിക്കുക. അപ്പൊ അതുവരെ ജീവിക്കോ? ശ്വാസം മുട്ടും, മരിച്ചു പോവും. അതേപോലെ 40 ദിവസമൊക്കെ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നിട്ട് അല്ലാഹു യൂനുസ് നബി അലൈഹിസ്സലാമിനെ കരയിലേക്ക് പറഞ്ഞേക്കാണ്. എന്നിട്ട് അവിടെ അല്ലാഹു ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, വകദാലിക നുൻജിൽ മുഅ്മിനീൻ. അല്ലാഹു പറയുന്ന വാക്ക് അങ്ങനെയാണ്, വകദാലിക നുൻജിൽ മുഅ്മിനീൻ. ഇതേപോലെ ഞാൻ മുഅ്മിനീങ്ങളെ സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. വദന്നൂനി ഇദ് ദഹബ മുഗാദിബൻ ഫളന്ന അല്ലൻ നഖദിറ അലൈഹി. അല്ലാഹുവിനോട് ചൊടിച്ചുകൊണ്ട്, മഹാനായ അല്ലാഹുവിനോട് ചൊടിച്ചുകൊണ്ട് എന്ന പദപ്രയോഗമാണ് അല്ലാഹു ഉപയോഗിച്ചത്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം പോയി. ഫനാദാ ഫിൽ ളുലുമാത്. അങ്ങനെയാണ് മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നിട്ട് അല്ലാഹുവിനെ വിളിച്ചത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗം. ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകി, എന്നിട്ട് ഞാൻ ആ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തി. എന്നിട്ട് അല്ലാഹു പറയാണ്, വകദാലിക നുൻജിൽ മുഅ്മിനീൻ. ഇതേപോലെ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ ഞാൻ സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. ഇതിവിടെ പറയേണ്ട ആവശ്യം എന്താ? ഇത് പറഞ്ഞില്ലെങ്കിൽ ചില ആളുകൾ വിചാരിക്കും അത് പ്രവാചകന്മാർക്കുള്ള പ്രത്യേകതയാണ്, നമ്മൾക്ക് അതൊന്നും കിട്ടൂല. അല്ല, പ്രവാചകന്മാർക്കുള്ള പ്രത്യേകത അല്ല, നിങ്ങൾക്കും ഇത് കിട്ടും. നിങ്ങൾ വിശ്വാസിയാണോ? നിങ്ങൾക്കും ഈ പ്രത്യേകതയുണ്ട്. സത്യവിശ്വാസികളായ ആളുകളെ ഇതേപോലെ ഞാൻ സംരക്ഷിക്കും. ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ഇന്നല്ലാഹ ലാ യുഖ്ലിഫു വഅദ. അല്ലാഹു ഒരു വാക്ക് നൽകിയാൽ ആ വാക്ക് അല്ലാഹു ലംഘിക്കൂല. റബ്ബനാ വആതിനാ മാ വഅദ്തനാ അലാ റുസുലിക് വലാ തുഖ്സിനാ യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്. അല്ലാഹുവേ, ഒരു വാക്ക് നൽകിയാൽ ആ വാക്ക് ലംഘിക്കാത്തവനാണ് നീ. വാക്ക് നൽകിയാൽ ചതിക്കാത്തവനാണ് നീ. അതുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയ വാക്ക് നീ പൂർത്തീകരിക്കണേ അല്ലാ. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടാലും ഉറച്ച വിശ്വാസത്തോടെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, ഞാൻ അക്രമിയാണ്. അല്ലാഹുവേ, ഞാൻ തെറ്റുകാരനാണ്. അല്ലാഹുവേ, ഞാൻ പാപിയാണ്, ദോഷിയാണ്. നീ
നീയല്ലാതെ വേറെ ഇലാഹില്ല, എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, എനിക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ് എന്നുള്ള പ്രാർത്ഥന അചഞ്ചലമായ വിശ്വാസത്തോടെ ഒരാൾ ചെയ്താൽ അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയം ഇല്ലേ ഇല്ല. പക്ഷെ നിങ്ങൾ എന്തുണ്ടാവണം? നിങ്ങൾ സന്തോഷമുള്ള സമയങ്ങളിലും ദുഃഖമുള്ള സമയങ്ങളിലും അള്ളാഹുവിന്റെ കൂടെ നിൽക്കണം. സന്തോഷമുള്ള സമയത്ത് മുഴുവനും റബ്ബിനെ മറന്നിട്ട് അവസാനം പാലം കടക്കോളം നാരായണ നാരായണ എന്ന് വിളിക്കുക. പാലം കടന്ന എന്ത് നാരായണ കോരായണ എന്ന് വിളിച്ചു പോവാ, ആ പരിപാടി നടക്കൂല. എല്ലാ സമയത്തും അള്ളാഹുവിന്റെ കൂടെ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുന്നാണ് അള്ളാഹു പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിനെ സംരക്ഷിക്കൽ നിർബന്ധമാണ്. നബി തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, എന്നെ രക്ഷിക്കുന്നത് എന്റെ റബ്ബാണ്. അത് പറഞ്ഞില്ലെങ്കിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവില്ല. നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹ് എന്നെ സംരക്ഷിക്കാൻ എന്റെ റബ്ബുണ്ട്. പറയേണ്ട താമസം കൈകളിൽ നിന്ന് വാള് വീണു. എങ്ങനെ വീണു? നമ്മൾ മുറുകെ പിടിച്ച് ഫോൺ ഇങ്ങനെ വീണെങ്കിൽ എങ്ങനെ വീഴും? ഇത് നിങ്ങൾ വിചാരിച്ചത് വീഴ്ത്താൻ കഴിയില്ല. പടച്ചോൻ വിചാരിച്ചാൽ ഞാൻ എത്ര ടൈറ്റിൽ പിടിച്ചത് താഴെ വീഴൂലേ? വീഴൂലേ? അതാണ് അള്ളാഹു. ആ റബ്ബിനെ തിരിച്ചറി, ആ ഒരു വിശ്വാസം നമ്മൾക്ക് ഉണ്ടാവും. വാള് താഴെ വീണു, നബി തങ്ങൾ രക്ഷപ്പെട്ടു. ഇതാണ് അള്ളാഹു സഹായിക്കുന്നത്. ഇങ്ങനെയാണ്, അത്ഭുതങ്ങളാണ് അള്ളാഹു കാട്ടുന്നത്. ആ ഒരു സഹായം നമ്മൾക്ക് ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ അള്ളാഹുവിന്റെ കൂടെ നിന്നാൽ അള്ളാഹു നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ കൂടെ നമ്മൾ നിന്നാൽ അള്ളാഹു നമ്മുടെ കൂടെ നിൽക്കുമെന്നാണ്. അഥവാ നമ്മൾ അള്ളാഹുവിന്റെ കൂടെ നിന്നില്ലെങ്കിൽ അള്ളാഹുവും നമ്മുടെ കൂടെ നിൽക്കൂല എന്നാണ് ഇതിന്റെ ആശയം. നമ്മൾ അള്ളാഹുവിന്റെ കൂടെ നിന്നില്ലെങ്കിൽ അള്ളാഹുവും നമ്മുടെ കൂടെ ഉണ്ടാവൂല. ജയിലിൽ പോയാൽ അവിടെ ബാക്കിയാകും. ജയിലിൽ പോയാൽ അവിടെ ബാക്കിയാകും. വണ്ടിയിൽ കയറിയാൽ ആക്സിഡന്റ് സംഭവിക്കും. കടലിൽ പോയാൽ കടലിൽ അപകടങ്ങൾ ഉണ്ടാകും. അതേപോലെ വിമാനങ്ങളിൽ കയറിയാൽ അവിടെ അപകടങ്ങൾ ഉണ്ടാകും. കച്ചവടങ്ങൾ തുടങ്ങിയാൽ അഭിവൃദ്ധി ഉണ്ടാവൂല. ഇങ്ങനെ നഷ്ടങ്ങളുടെ നൂലാമാലകൾ, പ്രയാസങ്ങളുടെ നൂലാമാലകൾ നമ്മെ വിടാതെ പിന്തുടരും. ഇതെപ്പോഴാണ് ഉണ്ടാകുന്നത്? അള്ളാഹുവിനെ മറക്കുമ്പോൾ അള്ളാഹു നമ്മെ മറക്കും. എന്നാൽ ചില ആളുകൾ അള്ളാഹുവിലേക്ക് അടുക്കും തോറും, അള്ളാഹുവിലേക്ക് നന്മ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കും തോറും ചില ആളുകൾക്ക് ഇങ്ങനെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതെന്തിനാണ്? അയാൾ അള്ളാഹു പരീക്ഷിക്കുകയാണ്. അയാളുടെ ഈമാനിനെ അള്ളാഹു പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണങ്ങളിൽ വിജയിക്കും തോറും വീണ്ടും അയാൾ അള്ളാഹുവിലേക്ക് അടുക്കുകയും സ്വർഗീയ ലോകത്തുന്നതമായ സ്ഥാനം നൽകാനും വേണ്ടിയിട്ടാണ് ചില നല്ലവരായ ആളുകൾക്ക് അള്ളാഹു ഇടയ്ക്കിടെ പരീക്ഷണങ്ങൾ നൽകുന്നത്. അവരുടെ ഈമാൻ പരീക്ഷിക്കുകയാണ്. എത്രത്തോളം എന്നോട് സ്നേഹമുണ്ട്, എത്രത്തോളം എന്നോട് ബന്ധമുണ്ട്. എന്നാൽ അത്തരം ആളുകൾക്ക് അവസാനമായി വിജയമാണ് ഉണ്ടാവുക. നമ്മൾ വിചാരിക്കും ഇയാൾക്ക് നല്ല ആളാണല്ലേ, നല്ല പരീക്ഷ, രോഗം വന്നു, കടം വന്നു, അതങ്ങനെ ഇല്ല. അയാൾ അവസാനം അയാൾ വിജയിക്കും. അത്രകാലം പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കുന്നത് അള്ളാഹു പരീക്ഷിക്കുകയാണ്. അയാൾക്ക് എത്രത്തോളം എന്നോട് സ്നേഹമുണ്ട് എന്ന്, എത്രത്തോളം നിന്നിൽ വിശ്വാസമുണ്ട് എന്ന്. എന്നിട്ട് അവസാനം അയാൾ മരണപ്പെടുന്നതിന് മുമ്പ് അയാൾക്ക് അന്തിമമായ വിജയം അള്ളാഹു നൽകും. നേരെ മറിച്ച് മറ്റൊരാൾ അള്ളാഹുമായിട്ട് ബന്ധമില്ല, അയാൾക്ക് നിറയെ പരീക്ഷണങ്ങളാണ്. അയാൾ മരണപ്പെടുന്ന സമയത്തും പരാജയപ്പെട്ടുകൊണ്ടാണ് മരണപ്പെടുക. ദുനിയാവിലെയും പരാജിതനാണ് അയാൾ, ആഖിറത്തിലെയും പരാജിതനാണ്. അള്ളാഹു നമ്മൾക്ക് ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയം അള്ളാഹു നൽകട്ടെ. നമ്മൾക്കതാണ് വേണ്ടത്. അതാണ് ദുആ ചെയ്യാൻ പറഞ്ഞത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും വിജയം തരണേ അല്ലാഹ്. അത് ദുആ ചെയ്യണം നമ്മൾ. അല്ലാഹു നമ്മൾക്ക് ദുനിയാവിലും വിജയം തരണം, ആഖിറത്തിലും വിജയം തരണം. ദുനിയാവിൽ പ്രയാസപ്പെടേണ്ടി വന്നാൽ ഒരുപക്ഷേ നമ്മുടെ ഈ ചെറിയ ഈമാൻ കൊണ്ട് നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ദുനിയാവിലെ പരീക്ഷണങ്ങൾ നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം ദാരിദ്ര്യമുണ്ടായാൽ വരെ കാഫിറാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ദേഷ്യം പിടിക്കുന്നവനും കാഫിറാകാൻ സാധ്യതയുണ്ട് എന്നാണ്. ദേഷ്യവും ദാരിദ്ര്യവും ഒരാളെ കാഫിറാക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ട്
മഹാന്മാര് പറയുന്നുണ്ട് 4 വിഷയങ്ങളാണ് അവിടെ പറഞ്ഞത്. അതിൽ 2 എണ്ണം, ഒന്ന് പ്രണയമാണ്, 2 ദേഷ്യമാണ്. ദേഷ്യം വന്ന് മാതാവിനെ വധിച്ച ഒരാളുടെ ചരിത്രം പറയുന്നുണ്ട്. സ്നേഹം വന്ന് ഒരാൾ അമുസ്ലിമായി ക്രിസ്ത്യാനിയായി മാറിയ ചരിത്രവും പറയുന്നുണ്ട്. അതേപോലെ ദാരിദ്ര്യം, ദാരിദ്ര്യം നിങ്ങളെ കുഫറിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടത്, അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും വിജയം തരണേ അല്ലാഹ്. അല്ലാഹു തരട്ടെ, അല്ലാഹു തരട്ടെ. ദുനിയാവിലുള്ള വിജയം എന്താണ്? നല്ല അന്തസ്സായ ജീവിതം, വാഹനമുണ്ട്, വീടുണ്ട്, മക്കളുണ്ട്, എവിടെയും പ്രയാസങ്ങളൊന്നുമില്ല, നല്ല മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട്. അതേപോലെ അല്ലാഹു ആഖിറത്തിലും തരട്ടെ. അല്ലാഹുവിനോട് ദുആ ചെയ്യേ. അല്ലാഹുവിന്റെ സഹായം കിട്ടുന്നത് നമ്മൾ അല്ലാഹുവിന്റെ കൂടെ നിൽക്കുമ്പോഴാണ്. ഖുർആനുമായി നമ്മൾക്ക് എത്രത്തോളം ബന്ധമുണ്ട് എന്ന് നോക്കണം. 2 മക്കളുടെയും ഒരു ഉമ്മയുടെയും ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ടോ എന്ന് ഒരു വിശകലനം നടത്തണം നമ്മൾ. ഒരു ഉമ്മയും 2 മക്കളും. ഉപ്പ വളരെ നേരത്തെ മരണപ്പെട്ടു പോയതാണ്. ഉപ്പ വളരെ നേരത്തെ മരണപ്പെട്ടു പോയതാണ്. ഒരു ഉമ്മയും 2 മക്കളും. അലിയും സ്വാലിഹും ഒരു ഉമ്മയുടെ 2 മക്കളാണ്. അലിയും സ്വാലിഹും. ഉമ്മ 2 മക്കളെയും വിളിച്ച് രാത്രിയെ 3 ഭാഗമാക്കി. ഉമ്മ പറഞ്ഞു, നമ്മൾക്ക് എന്ത് ചെയ്യാം? എല്ലാ രാത്രിയിലും ഖുർആൻ ഒരു ഖത്തം ഓതി തീർക്കണം. എല്ലാ രാത്രിയിലും ഖുർആൻ ഒരു ഖത്തം ഓതി തീർക്കണം. ഉമ്മമാരെ, നിങ്ങൾ ഒരു ജുസ് എങ്കിലും ഓതി തീർക്കാൻ തീരുമാനിക്കും. ഒരു ഖത്തം വേണ്ട. ഇവരൊക്കെ ഉമ്മമാരാണ്. ഈ ഉമ്മമാരെ പോലെ ആയില്ലെങ്കിലും ഇവരുടെ 7 ആയത്തെങ്കിലും നമ്മൾ എത്തണ്ടേ. ഒരു ജുസ് എങ്കിലും ഒരു രാത്രി ഓതി തീർക്കണം എന്ന് തീരുമാനിക്കും. മക്കളെല്ലാം വിളിച്ചിട്ട് ഓതിപ്പിക്കും. ഉമ്മ പറയാണ്, രാത്രിയെ 3 ഭാഗമാക്കി നമ്മൾക്കൊരു ഖത്തം തീർക്കണം. 10 ജുസ് ഞാൻ ഓതാം, അലിയെ 10 നിങ്ങൾ ഓതണം, ഹസനെ 10 നിങ്ങൾ ഓതണം. അങ്ങനെ 3 ആളുകൾ കൂടി ഒരു രാത്രി ഒരു ഖത്തം. ഒരു ദിവസമല്ല, മരണം വരെ അങ്ങനെ ഓതാൻ അവർ തീരുമാനിച്ചു. എല്ലാ ദിവസവും ഉമ്മ 10, അലി എന്നവര് 10, സ്വാലിഹ് എന്നവര് 10. അങ്ങനെ എല്ലാ ദിവസവും ഒരു ഖത്തം പരിശുദ്ധമായ ഖുർആൻ ദിവസവും ആ വീട്ടിൽ ഓതപ്പെടാറുണ്ട്. അങ്ങനെ നിലനിന്ന് പോകുമ്പോഴാണ് പൊടുന്നനെ ഉമ്മ മരണപ്പെട്ടു പോകുന്നത്. ഉമ്മ മരണപ്പെട്ടപ്പോൾ 2 പേരും കൂടി തീരുമാനിച്ചു, ഉമ്മ മരണപ്പെട്ടു എന്ന് വിചാരിച്ച് ഒരു ഖത്തം ഓതുന്നത് നിർത്തിവെക്കേണ്ട. നമ്മൾക്ക് എന്ത് ചെയ്യാം? ഉമ്മയുടെ 10 നമ്മൾക്ക് ഏറ്റെടുക്കാം. 15 അലി എന്നവരെ നിങ്ങൾ ഓതണം, 15 ഹസൻ എന്നവരോധി. അങ്ങനെ 2 പേര് കൂടി ഒരു ഖത്തം തീർക്കാൻ തീരുമാനിച്ചു. ആദ്യം 3 പേര് ഒരു ഖത്താണ്. ഉമ്മ മരണപ്പെട്ടപ്പോൾ 2 ആളും കൂടി തീരുമാനിച്ചു, ഉമ്മയുടെ 10 ഞങ്ങൾ ഏറ്റെടുക്കാം. കാരണം ഞങ്ങൾ ഓതുന്നത് ഉമ്മക്കല്ല കിട്ടുക. ഈ മക്കൾ ഓതുന്ന ഖുർആൻ പാരായണം കബിൽ കിടക്കുന്ന ഉമ്മയ്ക്കാ കിട്ടുക. ഒരു ഹർഫിന് 10 ഹസനത്ത് എന്ന രീതിയിൽ 6000 കണക്കിന് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതുമ്പോൾ എല്ലാ ആയത്തുകളുടെയും പ്രതിഫലം കിട്ടുന്നത് ആ ഉമ്മയ്ക്കാണ്. 6000 കണക്കിന് ആയത്തുകൾ, ലക്ഷക്കണക്കിന് ഹർഫുകൾ. ഉമ്മയ്ക്ക് എന്ത് സുഖമാണ് ഖബറിൽ. അങ്ങനെ 15 അലി എന്നവരും 15 ഹസൻ എന്നവരും ഓതി ഒരു ഖത്തം തീർക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെയാണ് വർഷങ്ങൾക്കൊടുവിൽ അലി എന്നവർ മരണപ്പെട്ടു പോകുന്നത്. അലി എന്നവർ മരണപ്പെട്ടു പോയി. ഇനി എങ്ങനെയാണ് ഒരു ഖത്തം തീർക്കുക? ഒറ്റയ്ക്ക് ഓതി തീർക്കുമോ? തീർക്കാൻ കഴിയുമോ? ഹസൻ എന്നവർ തീരുമാനിച്ചു, ഉമ്മയുടെയും എന്റെ സഹോദരന്റെയും അഭാവം ഇവിടെ ഉറച്ചു നിൽക്കാൻ പാടില്ല, നിഴലിച്ചു നിൽക്കാൻ പാടില്ല. ഇന്നു മുതൽ ഞാനൊരു ഖത്തം ഓതുകയാണെന്ന് പറഞ്ഞ് രാത്രിയിൽ ഒറ്റയ്ക്ക് ഹസൻ എന്നവർ എല്ലാ രാത്രിയിലും ഒരു ഖത്തം ഓതി എന്ന് ചരിത്രങ്ങളിൽ കാണാം. ഇതാണ് ദീനുമായുള്ള ബന്ധം, ഇതാണ് ഖുർആനുമായുള്ള ബന്ധം. ഇവിടെ കൂടിയിരിക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ ചോദിച്ചാൽ റമദാനിലെങ്കിലും ഒരു ഖത്തം തീർത്തോ എന്ന് ചോദിച്ചാൽ എത്ര ആളുകൾക്ക് മറുപടി പറയാൻ കഴിയും? ചെറുപ്പക്കാരികളോട് ചോദിക്കട്ടെ ഞാൻ. എന്റെ ശബ്ദം ശവിക്കുന്ന ഈ മദ്രസയുടെ ചുറ്റുഭാഗത്തുള്ള തറയിട്ടാലിൽ കടന്നു വന്നിട്ടുള്ള പെങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, റമദാനിലെങ്കിലും നീ ഒരു ഖത്തം തീർത്തിട്ടുണ്ടോ? നിന്റെ ടിക്ടോക്കിന്റെ സമയം ഒരു ദിവസം 8 മണിക്കൂറും 6 മണിക്കൂറും ഒക്കെയാണ്. വാട്സപ്പിന് ഉപയോഗിക്കുന്നതും ഫേസ്ബുക്കിന് ഉപയോഗിക്കുന്നതും അതുപോലെ. എന്നാൽ വർഷത്തിൽ ഒരു ഖത്തം പൊന്നുപെങ്ങളെ നീ തീർത്തിട്ടുണ്ടോ? നിനക്ക് നിന്റെ റബ്ബുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? നിന്റെ റബ്ബ്
റബ്ബ് നിന്നെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്, ഏത് രീതിയിലുള്ള സഹായമാണ് നിനക്ക് വേണ്ടത്. നീ ഇന്ന് സുഖിക്കുന്നതും നീ ഇന്ന് ആഹ്ലാദിക്കുന്നതും ആനന്ദിക്കുന്നതും റബ്ബിന്റെ സഹായമല്ല, അത് റബ്ബിന്റെ ശാപമാണ്, അത് റബ്ബിന്റെ ശിക്ഷയാണ്. ഇതുപോലെ മത്സ്യങ്ങൾക്ക് ചൂണ്ടയിട്ട് കൊടുക്കുന്നത് പോലെ അള്ളാഹു നിനക്ക് ഇട്ടുതരുന്ന ചൂണ്ടയാണ്. മത്സ്യം ചൂണ്ട കടിക്കുമ്പോൾ അത് അകപ്പെടുന്നത് പോലെ അള്ളാഹുവിന്റെ ചൂണ്ട നീ കടിക്കുന്ന ഒരു സമയം വരാനുണ്ട്. ആ സമയത്ത് നീ അകപ്പെടും പൊന്നു പെങ്ങളെ. അതുകൊണ്ട് ഖുർആനിലേക്കൊന്ന് മടങ്ങിക്കോ, നിന്റെ മൊബൈൽ ഫോൺ ഒന്ന് മാറ്റിവെച്ചോ. ഖുർആൻ ഒരു ഖത്തം നീ ഒരു ദിവസം ഓതണമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ദിവസം ഒരു ജുസ് എങ്കിലും ഓതി തീർക്കാൻ എന്റെ പൊന്നു പെങ്ങളെ നിങ്ങൾ തയ്യാറാവണം. എന്റെ ചെറുപ്പക്കാരെ നിങ്ങളും തയ്യാറാവണം. ഇല്ലെങ്കിൽ അപകടമാണ് വരാനിരിക്കുന്നത്, പരാജയമാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ ഓർക്കാൻ, അള്ളാഹുവിനെ സ്മരിക്കാൻ, അള്ളാഹുമായി സംവദിക്കാൻ, അള്ളാഹു പറഞ്ഞതുപോലെ ചെലവഴിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ അപകടങ്ങൾ ഉണ്ടാവൂല, അപ്പൊ മക്കൾ ഒളിച്ചോടൂല, അപ്പൊ മാതാപിതാക്കളെ മക്കൾ വെറുപ്പിക്കൂല, അപ്പൊ മക്കൾ കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും വ്യഭിചാരത്തിന്റെയും അടിമകളാവൂല. പരാജയം പേറി നടക്കുന്നതൊക്കെ ഖുർആനിനെ നമ്മൾ അവഗണിച്ചതുകൊണ്ടാണ്. ഖുർആനിൽ നിന്ന് മാറി നിന്ന് സോഷ്യൽ മീഡിയകളുടെ പിന്നാലെ യാതൊരു നിയന്ത്രണമില്ലാതെ നമ്മുടെ മക്കൾ പോയതുകൊണ്ടാണ്. സൂക്ഷിക്കുന്നവർക്ക് നല്ലതാണ്, അല്ലാത്തവർ താൽക്കാലികമായ സുഖങ്ങൾ ആസ്വദിക്കും, പിന്നെ ശക്തമായ അള്ളാഹുവിന്റെ ഭയാനകമായ താക്കീത് ഖുർആൻ പറഞ്ഞതുപോലെയുള്ള ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. മഹാനായ അബൂ ഹാത്തിം എന്നവർ, മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് എന്നവർ ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. ജാഅ അന്ന മാലികൽ അശ്ജഇ, മാലികുൽ അശ്ജഇ എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയേ, ഉസിറ ബിനി ഔഫ്, എന്റെ മകൻ ഔഫിനെ ശത്രുക്കൾ ബന്ദിയാക്കി ചങ്ങലയിൽ കെട്ടി ബന്ധിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. എന്റെ മകൻ ഔഫ് എന്നവരെ ചങ്ങലയിൽ കെട്ടി ബന്ദിയാക്കി ശത്രുക്കൾ കൊണ്ടുപോയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളത് നിങ്ങളുടെ മകന് എഴുതി അയക്കണം. എന്താ കാര്യം? മകനോട് മകനോട് എഴുത്തയച്ചു കൊടുക്ക്. അർസിൽ ഇലൈഹി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറുക അൻ തുക്സിറ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ദിക്ർ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കാൻ. എണ്ണമില്ല, അതിനൊരു കണക്കില്ല. 100 7 1000 കണക്കില്ല. ഒഴിവ് സമയങ്ങൾ മുഴുവനും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ദിക്ർ ചൊല്ലാൻ നിങ്ങളുടെ മകനോട് പറയണം. ഒരു എഴുത്ത് കൊടുത്തേക്കാൻ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതേപോലെ മാലികുൽ അശ്ജഇ എന്ന് പറയുന്ന പിതാവ് തന്റെ മകന് ഒരു എഴുത്ത് അയച്ചു കൊടുത്തു. പൊന്നുമോനെ, നീ എന്ത് ചെയ്യണം? എല്ലാ സമയവും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ദിക്ർ ചൊല്ലണേ എന്ന് പറഞ്ഞു. അങ്ങനെ മകൻ അത് ചൊല്ലാൻ തുടങ്ങി, ചൊല്ലിത്തുടങ്ങി. ഇങ്ങനെ നിരന്തരമായി ചൊല്ലി ഒരു ദിവസം രാത്രി അദ്ദേഹത്തിന്റെ ചങ്ങലക്കെട്ടുകൾ താനെ പൊട്ടുകയാണ്. ചങ്ങലക്കെട്ട് ബന്ദിയാക്കിയ ചങ്ങലകൾ താനെ അഴിഞ്ഞു വീണു. ഇതാണ് ഞാൻ പറഞ്ഞത്, തജിദുഹു തുജാഹക്, അല്ലാഹുവിന്റെ മുമ്പിൽ വരും. ആരാ അഴിച്ചത്? അല്ലാഹുവാണ് അഴിച്ചത്. തജിദുഹു തുജാഹക്. ഒരു ദിവസം രാത്രി ചങ്ങലക്കെട്ടുകൾ താനെ അഴിഞ്ഞു വീണു. അഴിഞ്ഞു വീണപ്പോൾ രക്ഷപ്പെട്ടു. എല്ലാരും ഉറക്കിലാണ്. രാവിലെ കഴിഞ്ഞാൽ പിടികൂടും. എല്ലാരും ഉറക്കിലാണ്. ആ സമയത്താണ് ചങ്ങലക്കെട്ട് അഴിയുന്നത്. ഉടനെ തന്നെ എണീറ്റു, പതുക്കെ പുറത്തിറങ്ങിയപ്പോൾ ഒട്ടകം കണ്ടു. ഒട്ടകത്തിന്റെ മുകളിൽ കയറി. ഒട്ടകത്തിന്റെ മുകളിൽ കയറി അദ്ദേഹം നാട്ടിലേക്ക് തിരിക്കാൻ നിൽക്കുമ്പോഴാണ് വേറെയും കുറെ ഒട്ടകങ്ങൾ പുറത്തു കണ്ടത്.
ഒച്ച വെക്കാതെ ആ ഒട്ടകങ്ങൾ 100 കണക്കിന് ഒട്ടകങ്ങളെ പതുക്കെ തെളിച്ചുകൊണ്ട് ഇങ്ങനെ വന്ന് സ്വന്തം വീട്ടിലേക്ക് എത്തി. സുബഹയോടടുത്ത സമയമാകുമ്പോൾ വീട്ടിലെത്തി ഡോർ മുട്ടി. ആരാണ്? റബ്ബുൽ കഅബ. ഔഫാണോ എന്ന് പറഞ്ഞ് ഉമ്മയും ഉപ്പയും ചാടി വന്ന് ഡോർ തുറന്നപ്പോ സുബ്ഹാനല്ലാഹ് വീടിന്റെ മുറ്റം നിറയെ ഒട്ടകങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഔഫേ, ഇതെന്താ? ഔഫ് ഉള്ള സംഭവങ്ങളെല്ലാം വിശദീകരിച്ചു. അപ്പൊ മഹാനായ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് മാലിക്കുൽ അശ്ജഇ എന്നവർ പറഞ്ഞു, ഖിഫ, നിങ്ങൾ അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്, ഉള്ളേക്ക് കയറണ്ട. ഹത്താ ആതി റസൂലല്ലാഹ് ഫഅസ്അലുഹു അൻഹാ, ഞാൻ നബിച്ചങ്ങളോട് ചോദിക്കട്ടെ, ഈ ഒട്ടകം എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കട്ടെ. അഥവാ ശത്രുക്കളുടെ ഒട്ടകം മോഷ്ടിച്ചു കൊണ്ടുവരല്ലേ, ഈ ഒട്ടകം ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നബിച്ചങ്ങളോട് ചോദിക്കട്ടെ. ഞാനൊന്ന് നബിച്ചങ്ങളുടെ അടുത്തേക്ക് പോയി വരുന്നത് വരെ ഒട്ടകൊന്നും നിങ്ങൾ തൊടല്ലേ എന്ന് മാലിക്കുൽ അശ്ജഇ എന്നവർ പറയുകയും നേരെ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് പോയി മകൻ വന്ന സംഭവം, കൂടെ ഒട്ടകം കടന്നു വന്ന സംഭവവും പറഞ്ഞു. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചത്, ഞാൻ എന്ത് ചെയ്യണം? നബി തങ്ങൾ പറഞ്ഞു, ഇസ്നാ ബിഹാ മാ അഹ്ബബത, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. വമാ കുൻത സ്വാനിഅൻ ബിമാലിക, നിന്റെ സമ്പത്ത് നീ എങ്ങനെയാണോ ചെലവഴിക്കുന്നത് അതേപോലെ ആ ഒട്ടകങ്ങളെയും നിനക്ക് ഉപയോഗിക്കാമെന്ന് പറയുകയും ഉടനെ തന്നെ അല്ലാഹു ഒരു ആയത്ത് ഇറക്കുകയും ചെയ്തു. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റാ. ആയത്തിറക്കിയത് നിങ്ങൾ തഖ്വയുള്ളവരായാൽ അല്ലാഹു നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളിലും ഒരു പരിഹാരം തരും. ഇവിടെ ഇല്ല, നിങ്ങൾ ഉറക്കം വരാൻ തുടങ്ങിയ? എത്ര മണിക്ക് വന്നത് നിങ്ങൾ? എത്ര മണിക്ക് വന്നത്? ഞാൻ ഇപ്പൊ എത്ര യാത്ര ചെയ്ത് നിങ്ങൾക്ക് അറിയാം? 12:30 മണി കൂട്ടിക്കുന്നു. 12:30, 1:30, 2:30, 3:30, 4:30, 5:30, 6:30, 7:30, 8:30, 9:30, 9 മണിക്കൂർ യാത്ര ചെയ്തിട്ട് ഞാൻ വരുന്നു. അത്ര സമയം ആയിട്ടില്ലല്ലോ അല്ലേ? ഏകദേശം 7-8 മണിക്ക്. എത്ര മണിക്ക് വന്നു? 7 മണിക്കോ? എത്ര ഞാൻ നിർത്തി? 11:30 ആകുമ്പോൾ ഒരു 11:30, കുറച്ച് 20 മിനിറ്റ്. കൂടുതൽ വേണമെങ്കിൽ കൂടുതലും പറയാം, എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ അസൗകര്യം മാനിച്ചൊരു 11:30 ഞാൻ പറഞ്ഞു. തഖ്വയുള്ളവരായാൽ മുത്തഖിയായാൽ യജഅൽ ലഹു മഖ്റജ, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അല്ലാഹു പരിഹാരം കാണിച്ചു തരും. മക്കളുടെ കല്യാണമുണ്ട്, പരിഹാരം അല്ലാഹു കാണിച്ചു തരും. രോഗമുണ്ട്, ചികിത്സയ്ക്ക് മരുന്നില്ല, അല്ലാഹു പരിഹാരം കാണിച്ചു തരും. എല്ലാറ്റിനുണ്ട്. മക്കളില്ല, അതിനും അല്ലാഹു പരിഹാരം കാണിച്ചു തരും. നിങ്ങൾ എന്തിനാ പണി? ജോലിയില്ലേ? അല്ലാഹു പരിഹാരം തരും. ബിസിനസ്സിലെ കച്ചവടങ്ങൾ നഷ്ടമാണ്. നിങ്ങൾ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ മതി, ബാക്കിയുള്ളതൊക്കെ പഠിച്ചോനേറ്റു. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ മതി. അത് നമ്മുടെ ഭാഗത്തില്ല. നമ്മൾ വിചാരിച്ച തഖ്വ എന്ന് പറഞ്ഞാൽ സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ പോവാ, ളുഹർ നിസ്കരിക്കാൻ പള്ളിയിൽ പോവാ, അസ്ർ നിസ്കരിക്കാൻ പള്ളിയിൽ പോവാ എന്ന വലിയ മുത്തഖിയാണ്. അതൊന്നല്ല തഖ്വ. തഖ്വ എന്ന് പറഞ്ഞാൽ അതൊന്നല്ല, പള്ളിയിൽ പോലൊന്നുമല്ല തഖ്വ. തഖ്വ എന്ന് പറഞ്ഞാൽ ഹറാമിൽ നിന്ന് മാറി നിൽക്കുക, ഫർള് ചെയ്യുക. ഹറാമിൽ നിന്ന് മാറി നിൽക്കുക, ഫർള് ചെയ്യുക. അതിനിടയിൽ സുന്നത്തുണ്ടായാലോ മാഷാ അല്ലാഹ്, നൂറുൻ അലാ നൂർ എന്ന് പറഞ്ഞതുപോലെ മാഷാ അല്ലാഹ് നല്ല ഹറാമ ചെയ്യാതിരിക്കലാണ് തഖ്വ. അത് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? അദ്ദേഹം പറയുന്നു, ഈ തഖ്വ എന്ന് പറഞ്ഞാൽ കുറെ നിസ്കരിക്കലൊന്നുമില്ല, കുറെ നോമ്പെടുക്കലല്ല. തഖ്വ എന്ന് പറഞ്ഞാൽ, തഖ്വ എന്ന് പറഞ്ഞാൽ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കലാണ്, ഹറാമുകൾ ചെയ്യാതിരിക്കലാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, എന്താണ് ഈ തഖ്വ? വസുഇല അനി തഖ്വ. അപ്പൊ അബൂ ഹുറൈറ തങ്ങൾ മറുപടി പറഞ്ഞത്, മുള്ളുകൾ ഉള്ള ഒരു സ്ഥലത്തിലൂടെ നിങ്ങൾ നടന്നിട്ടുണ്ടോ? കുപ്പിക്കഷ്ണങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലം, വേറെ സ്ഥലമില്ല, ആ സ്ഥലത്തിലൂടെ ചെരുപ്പ് ധരിക്കാതെ നിങ്ങൾ എങ്ങനെയാ നടക്കുക? മുള്ളുകൾ നിറഞ്ഞ, കല്ലുമുള്ളുകൾ നിറഞ്ഞൊരു വഴിയിലൂടെ ചെരുപ്പ് ധരിക്കാതെ നിങ്ങൾ എങ്ങനെയാ നടക്കുക? അല്ലെങ്കിൽ ചളി നിറഞ്ഞൊരു വഴിയിലൂടെ ചെരുപ്പ് ധരിക്കാതെ നിങ്ങൾ എങ്ങനെയാ നടക്കുക? നമ്മൾ ഇങ്ങനെ നടക്കുക. മുള്ളുള്ള സ്ഥലമാണെങ്കിൽ ഇങ്ങനെ സൂക്ഷിച്ച്, കാല് ഇല്ലെങ്കിൽ കണ്ണും ചെമ്മി ഇങ്ങനെ നടക്കും. മുള്ളുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ കാലൊക്കും, ഇവിടെ ഒരു കാലൊക്കും, ഇവിടെ ഒരു കാലൊക്കും, ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് പമ്മി പതുക്കെ നടക്കും. അതന്നെ തഖ്വ.
അതെന്നെ തഖ്വ. മുള്ളുകളുള്ളൊരു വഴിയിലൂടെ നിങ്ങൾ എങ്ങനെയാണോ നടക്കുന്നത് അതാണ് തഖ്വ. അഥവാ ജീവിക്കുമ്പോൾ സൂക്ഷിച്ച് ഇത് ഹറാമാണോ എന്നാ ഇവിടെ, ഇത് ഹറാമാണോ എന്നാ ഇവിടെ, ഹറാമ് തെറ്റ് ഇതൊന്നും വരാതെ പതുക്കെ പതുക്കെ അവിടെ പോയ ഹറാമുണ്ടാവും എന്നാ പോന്ന വേണ്ട, അവിടെ പോയ ഹറാമ് കാണും എന്നാ പോന്ന വേണ്ട, ഉറങ്ങിയ ഒരു നിസ്കാരം നഷ്ടപ്പെടും എന്നാ പിന്നെ ഉറങ്ങുന്നത് വേണ്ട, ആ ഭക്ഷണം ഹറാമാൻ സാധ്യതയുണ്ട് അതാണ് അത് ഉപയോഗിക്കുന്നത് വേണ്ട, ആ ജോലി ഹറാമാണ് എന്നത് ഒഴിവാക്കുക. ഇങ്ങനെ മുള്ളുകളുള്ള വഴിയിലൂടെ നിങ്ങൾ എങ്ങനെയാണോ നടക്കുന്നത് അതേപോലെ ജീവിക്കലാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. എന്നാര് പറഞ്ഞു? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇനി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയാണ്, ലൈസത്തി തഖ്വ ഖിയാമുൽ ലൈൽ. തഖ്വ എന്ന് പറഞ്ഞാൽ തഹജ്ജുദ് നിസ്കാരമല്ല, വസിയാമുൻ നഹാർ പകലിൽ മുഴുവനും സുന്നത്ത് നിസ്കരിക്കലല്ല തഖ്വ എന്ന് പറഞ്ഞാൽ, വത്തഖ്ലീതു ഫീമാ ബൈന ദാലിക് രാത്രി മുഴുവനും സുന്നത്ത് നിസ്കരിക്കുക, ഖിയാമുൽ ലൈൽ രാവിലെ മുഴുവനും നോമ്പ്, ഇത് രണ്ടും ഒരുമിച്ച് കൂട്ടലുമല്ല തഖ്വ എന്ന് പറഞ്ഞാൽ. വലാകിന്ന തഖ്വ അദാഉ മഫ്തറല്ലാഹ്, അല്ലാഹു നിർബന്ധമാക്കിയത് സമയത്ത് തന്നെ ചെയ്യലാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. സുബ്ഹി നിസ്കാരം ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ പള്ളിയിൽ വരാ, ളുഹർ നിസ്കാരം ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ പള്ളിയിൽ വരാ, അസറും മഗ്രിബും ഇശാവും അങ്ങനെ ളുഹർ ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാതെ ഒരു 3 മണിക്ക് നിസ്കരിക്കുന്നതിന് തഖ്വ എന്ന് പറയില്ല. 5:30 സുബ്ഹി ബാങ്ക് വിളിച്ചാൽ 6:30 സുബ്ഹി നിസ്കരിക്കുന്നതിന് തഖ്വ എന്ന് പറയില്ല. അസർ ബാങ്ക് 3:40 കൊടുത്താൽ 6:10 അസർ നിസ്കരിക്കുന്നതിനെയും തഖ്വ എന്ന് പറയില്ല. തഖ്വ എന്ന് പറയുന്നത് അല്ലാഹു നിർബന്ധമാക്കിയ നിസ്കാരം സമയത്ത് തന്നെ നിസ്കരിക്കുക, മറ്റുള്ള തിരക്ക് മാറ്റിവെക്കുക, അതാണ് തഖ്വ. അതാണ് തഖ്വ. വീട്ടിലുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ അസൗകര്യ യാത്രയിലാണ്, എക്സ്ക്യൂസ് ഉണ്ട്, യാത്രക്കാരനെ നിസ്കാരം ബന്ധിപ്പിക്കാനുള്ള അളവുണ്ട്. ബാക്കിയുള്ള മഹലിന്റെ പരിധിയിലുള്ള വേറെ ആളുകൾക്ക് അളവൊന്നുമില്ല. ജോലിയിലാണ്, ജോലി മാറ്റി. പിന്നെ വേറൊരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ അയാൾ വിടുന്നില്ല എങ്കിൽ നമ്മൾക്കൊരു കാരണമുണ്ട്. വീട്ടിലിരിക്കുന്നവർ, ഒരു പണിയുമില്ലാത്തവർ, ഒരു ജോലിയുമില്ലാത്തവർ ബാങ്ക് കൊടുത്തിട്ടും നിസ്കരിക്കാതെ പിന്തിപ്പിക്കുന്നത് തഖ്വയിൽ പെട്ടതല്ല. സമയത്ത് നിസ്കരിക്കലാണ് തഖ്വ. അത് പിന്തിപ്പിച്ച ഒരു കാരണവുമില്ലാതെ പിന്തിപ്പിക്കുന്നത് മുത്തഖീങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് പുറത്തായി പോകും. എന്നാ പിന്നെ നമ്മൾക്ക് അല്ലാഹുവിന്റെ സഹായം ഒന്നും കിട്ടൂല. അപ്പൊ തഖ്വ എന്ന് പറഞ്ഞാൽ അദാഉ മഫ്തറല്ലാഹ് വതർകു മാ ഹറമല്ലാഹ്, അല്ലാഹു ഹറാമാക്കിയത് ഒഴിവാക്കുകയും അല്ലാഹു നിർബന്ധമാക്കിയത് സമയത്ത് തന്നെ ചെയ്യുകയും ചെയ്യലാണ്. ഇതിന്റെ കൂടെ ഒരാൾ സുന്നത്തുകൾ ചെയ്താൽ, ഖുർആൻ ഓതിയാൽ, ദിക്ർ ചെയ്താൽ, സുന്നത്ത് നോമ്പെടുത്താൽ അത് വലിയ ഖൈറാണ്. അപ്പൊ തഖ്വ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചതുപോലെ തഹജ്ജുദോ നോമ്പോ ഒന്നുമല്ല. ഫർദ് നിസ്കരിക്കുക, ഹറാമിൽ നിന്ന് മാറി നിൽക്കുക. എങ്കിലും മുത്തഖി വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. അല്ലാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. മുത്തഖീങ്ങൾ ആവാനല്ല ദുആ ചെയ്യാൻ പറഞ്ഞത്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, അല്ലാഹുവേ ഞങ്ങളെ മുത്തഖീങ്ങളുടെ നേതാവാക്കണേ എന്നാണ് ദുആ ചെയ്യാൻ പറഞ്ഞത്. മുത്തഖീങ്ങളുടെ നേതാവാക്കണേ അല്ലാഹ്, മുത്തഖീങ്ങളുടെ നേതാവാക്കണേ എന്ന് ദുആ ചെയ്യാനാണ് പറഞ്ഞത്. അതുകൊണ്ട് അല്ലാഹുവിനോട് നമ്മൾക്ക് ദുആ ചെയ്യാം, അല്ലാഹുവേ മുത്തഖീങ്ങളുടെ നേതാവാക്കണേ അല്ലാഹ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ, അങ്ങനെ മുത്തഖിയായാൽ അല്ലാഹു പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണിച്ചു തരും. വയർസുഖുഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്, പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അല്ലാഹു നിങ്ങൾക്ക് റിസ്ക് തരും, ഭക്ഷണം നൽകും. പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്റെ ഈ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ കഴിയുന്നു, പക്ഷെ അല്ലാഹു അത് കഴിപ്പിച്ച് പൈസ ബാക്കി നിങ്ങളെ കയ്യിൽ തരും. അങ്ങനെ എത്ര ആളുകൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ കഴിയുമെന്നൊക്കെ ടെൻഷനിൽ എത്രയോ തഖ്വയുള്ള ആളുകൾ കല്യാണം കഴിഞ്ഞ് നോക്കുമ്പോൾ പൈസ ബാക്കിയാണ്, കല്യാണം കഴിഞ്ഞിട്ട് കയ്യിൽ പൈസ തഖ്വയുടെ അടയാളാണ്. അപ്പൊ അതുകൊണ്ട് ഒരാൾ അല്ലാഹുവിനെ ബലമേൽപ്പിച്ചാൽ അവന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. നേരത്തെ നബി തങ്ങൾ അല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ മുറുകെ പിടിച്ച വാള് താഴെ വീഴ്ത്തൽ അല്ലാഹുവിന്റെ കടമയാണത്. അത് വീഴ്ത്ത പടച്ചോന്റെ കടമയാണ്. അത് വീഴ്ത്തിയില്ലെങ്കിൽ പടച്ചോനും പരാജയപ്പെട്ടു, നബി തങ്ങളും പരാജയപ്പെട്ടു.
അപ്പൊ ഉടനെ തന്നെ അള്ളാഹു താഴെ ഇട്ടു. എങ്ങനെ? ഒരാൾ മുറുകെ പിടിച്ചൊരു സാധനം താഴെ വീഴ്ത്തണമെങ്കിൽ അല്ലാഹുക്കല്ലാതെ പിന്നെ ആർക്കാ കഴിയാ? അത് എന്തുകൊണ്ട് കഴിഞ്ഞു? പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലാഹ് നീയാണ് സഹായം എന്ന് പറഞ്ഞു. അപ്പൊ അത്ഭുതകരമായ സഹായം അള്ളാഹു നൽകി. അത് നമ്മൾക്കും കിട്ടും. അത് പ്രവാചകന്മാരുടെ പ്രത്യേകതയല്ല, സത്യവിശ്വാസികൾക്ക് എല്ലാവർക്കും ഇതുപോലെയുള്ള സഹായം ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നോടൊരു ഞാനൊരു ദിവസം ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുമ്പോൾ എന്റെ മഹലിലുള്ള ഒരാള്, അതിന് കണ്ണ് കാണുന്നില്ല, കണ്ണിന്റെ കാഴ്ചശക്തി കുറവാണ്. വെള്ളിയാഴ്ച എപ്പോൾ ഞാൻ പോകുമ്പോൾ ഇങ്ങനെ പള്ളിയിൽ നടന്നിട്ട് ഇങ്ങനെ ദിക്ർ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഞാൻ അങ്ങനെ കണ്ടപ്പോൾ രണ്ടു പറഞ്ഞു. ഒരു ദിവസം ഞാൻ മാലിക് ദിനാറിലേക്ക് പോകുമ്പോൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി റെയിൽ പാളത്തിലൂടെ ഇങ്ങനെ നടക്കണം. അപ്പൊ ഞാന് കണ്ണിന് കാഴ്ചശക്തി കുറവാണല്ലോ, റെയിൽ പാളത്തിലും കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്നൊരു ട്രെയിനിന്റെ ഹോണ് കേട്ടു. ഇത് എവിടുന്ന ഈ ഹോൺ അടിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഹോണ് കേട്ടതും എന്നെ ഒരാള് ഈ പാളത്തിൽ നിന്ന് തള്ളിയിട്ടു. ഒരാള് പാളത്തിൽ നിന്ന് എന്നെ തള്ളിയിട്ടു പുറത്തേക്ക്. അങ്ങനെ അദ്ദേഹം ഈ പാളത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു ഇദ്ദേഹത്തിന്റെ കൈയും പിടിച്ച് ഇദ്ദേഹത്തിന് നേരെ മാലിക് ദിനാർ മഖാമിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അയാൾ ഒരു പരിചയമില്ല, അറിയാത്ത ഒരാളാണ്, ഒരു പരിചയമില്ലാത്ത ഒരാൾ. ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ ആ ജീവിതത്തിലെ ദിക്റും തഖ്വയും കൊണ്ട് അദ്ദേഹത്തിന്റെ കറാമത്ത് പറഞ്ഞൊന്നുമില്ല, എന്നോട് ഇങ്ങനെ കാര്യം ഷെയർ ചെയ്താണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അള്ളാഹു അവിടേക്ക് അള്ളാഹു നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞതുപോലെ അത്തരം ഘട്ടങ്ങളിൽ അള്ളാഹു ആരെങ്കിലും പറഞ്ഞേക്കാണ്, അല്ലെങ്കിൽ അള്ളാഹു തന്നെ വരികയാണ് സഹായിക്കാൻ വേണ്ടി. അതുണ്ടാകും. തഖ്വയുണ്ടായാൽ അതൊക്കെ ഉണ്ടാകും. അള്ളാഹുവിലേക്ക് വരമേൽപ്പിച്ചാൽ ഇൻഷാ അല്ലാഹ് സഹായിയായിട്ട് അള്ളാഹു ഉണ്ടാകും. ആ ഒരു വരമേൽപ്പിക്കൽ, ആ ഒരു വിശ്വാസം നമ്മൾക്കുണ്ടാവണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സംഭവങ്ങൾ ഒരുപാട് ഉദ്ധരിക്കാനുണ്ട്. അതിൽപ്പെട്ടൊരു സംഭവം കൂടി ഞാൻ പറയുകയാണ്. അബൂ ഉമാമ എന്ന് പറയുന്നൊരു സ്വഹാബി പള്ളിയിൽ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം നിസ്കാരത്തിന്റെ സമയമല്ല. നിസ്കാരത്തിന്റെ സമയത്ത് തന്നെ നമ്മൾ പള്ളിക്ക് പോകില്ല, പിന്നല്ലേ നിസ്കാരം അല്ലാത്ത സമയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ കയറിയപ്പോ ഒരു പുരുഷനെ കണ്ടു. അയാളുടെ പേര് അബൂ ഉമാമ എന്നാണ്. ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോ ചോദിച്ചു, യാ അബൂ ഉമാമ, യാ അബാ ഉമാമ, മാലി അറാക ജാലിസൻ ഫിൽ മസ്ജിദ് ഫീ ഗൈരി വഖതി സ്വലാഹ്. നിസ്കാരത്തിന്റെ സമയത്തല്ലാത്ത ഈ സമയത്ത് നിങ്ങൾ എന്റെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. ഇപ്പൊ പിന്നെ അങ്ങനെ കണ്ടാലും സംശയിക്കണം, കാരണം ഭണ്ഡാരപ്പെട്ടി അടിച്ചു മാറ്റാനായിരിക്കും. നിസ്കാരത്തിന്റെ സമയത്തല്ലാതെ പള്ളിക്കൊക്കെ വന്നാലേ ഭണ്ഡാരപ്പെട്ടി അടിച്ചു മാറ്റാം, പിന്നെ ചെരുപ്പ് എവിടെ ഉണ്ടാവും എവിടെ വെക്കുക, പിന്നെ ക്ലോക്ക് അങ്ങനെ അടിച്ചു മാറ്റുക, AC എങ്ങനെ അടിച്ചു മാറ്റുക എന്നൊക്കെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. എന്താ നിസ്കാരമല്ലാത്തൊരു സമയത്ത് ഇവിടെ? അപ്പൊ പറഞ്ഞു, എനിക്ക് അല്ലാഹു നൽകിയ കടങ്ങളാണ്, എന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളാണ് ഇങ്ങനെ പള്ളിയിൽ എന്നെ ഇരുത്താൻ കാരണമാക്കിയത്. അഥവാ ഒരുപാട് കടങ്ങളുണ്ട് നബിയെ, ഒരുപാട് പ്രയാസങ്ങളുണ്ട് നബിയെ, വിഷമങ്ങളുണ്ട് നബിയെ. ആ വിഷമങ്ങളെല്ലാം തീരാൻ വേണ്ടി ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പള്ളിയിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ്, ഇരിക്കുകയാണ്. എന്റെ കടം അങ്ങനെ എല്ലാരും അങ്ങനെ തന്നെയല്ലേ? കടവും പ്രയാസമൊക്കെ കൂടുമ്പോൾ ഹദ്ദാദിനും മൗലീദിനും പള്ളിക്കൊക്കെ കൃത്യമായിട്ട് വരാ, പൈസയും തിരക്കൊക്കെ ആയാൽ ആരാ പള്ളിക്ക് വരാ? അപ്പൊ അബൂ ഉമാമ പറയാൻ, എന്നെ പിടിപ്പെട്ട പ്രയാസം, എനിക്ക് ഒരുപാട് കടമുണ്ട് നബിയെ. അവന് തങ്ങൾ പറഞ്ഞു, അഫലാ ഉഅല്ലിമുക കലാമൻ ഇദാ ഖുൽതഹു അദ്ഹബല്ലാഹു ഹമ്മക വഖളാ അൻക ദൈനക. നിന്റെ എല്ലാ കടങ്ങളും വളരെ എളുപ്പത്തിൽ വീടാൻ, എല്ലാ കടങ്ങളും എളുപ്പത്തിൽ വീടാൻ, നിന്റെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി തരാൻ ഒരു ദിക്ർ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ? എല്ലാ കടവും വീടും, എല്ലാ പ്രയാസവും വേണോ? ശ്രദ്ധിച്ചോളൂ. ഞാൻ പറയുന്നതല്ല, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അഫലാ ഉഅല്ലിമുക കലാമൻ ഇദാ ഖുൽതഹു അദ്ഹബല്ലാഹു ഹമ്മക വഖളാ അൻക ദൈനക.
ഞാനൊരു ദിക്ർ പഠിപ്പിച്ചു തരാം, അത് നീ ചൊല്ലിയാൽ നിന്റെ എല്ലാ കടങ്ങളും വിടും, നിന്റെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരും. ബലാ യാ റസൂലല്ലാഹ്, നബിയേ പറയൂ നബിയേ. നബി തങ്ങൾ പറഞ്ഞു, ഖുൽ ഇദാ അസ്ബഹത വ ഇദാ അംസൈത, സുബ്ഹി നിസ്കാരം കഴിഞ്ഞാലും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാലും ഈ ദിക്ർ എല്ലാ ദിവസവും നീ പറയണം, അർത്ഥം ആലോചിച്ചുകൊണ്ട് പറയണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി الدين وقهر الرجال. കാണാതറിയോ? പഠിക്കണം. കാണാതറിയില്ലെങ്കിൽ പഠിച്ചോളൂ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്, അഭയം തേടുകയാണ്. മിനൽ ഹമ്മി വൽ ഹുസ്ൻ, ദുഃഖത്തിൽ നിന്ന്, ടെൻഷനിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. എന്റെ പ്രയാസങ്ങൾ നീക്കിത്തരണേ അല്ലാഹ്. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ, അസ്വസ്ഥതയിൽ നിന്ന്, കഴിവുകേടിൽ നിന്ന്, അശക്തതയിൽ നിന്ന്, മടിയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. മടി, അതേപോലെ അസ്വസ്ഥത, അശക്തത, കഴിവില്ലായ്മ, അജ്സിൽ നിന്നും, കസലിൽ നിന്നും, മടിയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. എന്റെ അലസതയെ നീ മാറ്റിത്തരണേ അല്ലാഹ്. എന്റെ കഴിവ് കേടിനെ നീ മാറ്റിത്തരണേ അല്ലാഹ്. അഥവാ എനിക്ക് കഴിവ് തരണേ, എനിക്കൊരു ഉന്മേഷം തരണേ. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ, അല്ലാഹുവേ പിശുക്കിൽ നിന്നും എന്നെ നീ കാക്കണേ അല്ലാഹ്. ഭീരുത്വത്തിൽ നിന്നും എന്നെ നീ കാക്കണേ അല്ലാഹ്. അഥവാ എനിക്ക് നീ ധൈര്യം തരണേ അല്ലാഹ്. എന്നെ നീ ഒരു ധർമ്മിഷ്ഠനാക്കണേ അല്ലാഹ്. വഅഊദു ബിക മിൻ ഗലബത്തി الدين وقهر الرجال, അല്ലാഹുവേ കടങ്ങളുടെ ബാധ്യതയിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ്. കടങ്ങൾ കയറി പ്രയാസങ്ങൾ തിന്നുന്നതിൽ നിന്ന് കാക്കണേ അല്ലാഹ്. വഖഹർ الرجال, ജനങ്ങൾ കീഴ്പ്പെടുത്തുന്നതിൽ നിന്ന്, ജനങ്ങൾക്കൊരടിമയെ പോലെ ജനങ്ങളുടെ മുമ്പിൽ ജീവിക്കുന്നതിൽ നിന്നും എന്നെ നീ കാക്കണേ അല്ലാഹ്. അഥവാ എന്റെ കടം പെട്ടെന്ന് കൊടുത്തു വീട്ടാനും അന്തസ്സോടെ ജീവിക്കാനും എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ ദുആ രാവിലെ ഒരു തവണ, വൈകുന്നേരം ഒരു തവണ ചൊല്ലണം. സുബഹി നിസ്കാരത്തിന്റെ ശേഷം, മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി الدين وقهر الرجال. ففعلت ذلك, ഞാൻ അത് ചൊല്ലാൻ തുടങ്ങി. രാവിലെയും വൈകുന്നേരവും ഞാൻ ചൊല്ലാൻ തുടങ്ങി. فأذهب الله تعالى همي وغمي وقضى عني ديني, എന്റെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തന്നു. എന്റെ ദുഃഖങ്ങളെല്ലാം അല്ലാഹു മാറ്റിത്തന്നു. എന്റെ കടങ്ങളെല്ലാം അല്ലാഹു വീട്ടിത്തന്നു എന്ന് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ഇതെല്ലാവരും ചൊല്ലിയാൽ കടങ്ങളിൽ നിന്ന്, ടെൻഷനിൽ നിന്ന്, അസ്വസ്ഥതയിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അല്ലാഹു നമ്മൾക്കൊരു സംരക്ഷണം നൽകും, കാവൽ നൽകും. അല്ലാഹു നമ്മൾക്ക് കാവൽ നൽകട്ടെ. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. എല്ലാവരും ചൊല്ല. കിട്ടോ അതല്ല, കിട്ടുമെന്നുള്ള ഉറപ്പോടെ, സ്വീകരിക്കുമെന്നുള്ള ഉറപ്പോടെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതേപോലെ മറ്റൊരു സംഭവം കൂടി ഞാൻ ഉദ്ധരിക്കട്ടെ. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ സഹായം നമ്മൾ തിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ട് ഈ സംഭവങ്ങളൊക്കെ ഉദ്ധരിക്കുന്നു. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു, കുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റസൂൽ വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റസൂൽ മാ നുസബ്ബിതു ബിഹി ഫുആദക. എന്തിനാണ് ഇങ്ങനെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഓരോന്നോരോന്ന് ഞാൻ പരിശുദ്ധ ഖുർആനിൽ നബിയെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? മാ നുസബ്ബിതു ബിഹി ഫുആദക, അവരുടെ ചരിത്രം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈമാനിന് കരുത്തുണ്ടാകും, ധൈര്യമുണ്ടാകും, ഈമാനിൽ അഭിവൃദ്ധി ഉണ്ടാകും, വിശ്വാസം കൂടും. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ കടന്നു വന്നിട്ട് പറയുന്നത്, യാ അബൂ ദർദാ നിങ്ങളുടെ വീട് കത്തിപ്പോയിട്ടുണ്ട്, നിങ്ങളുടെ വീട് കത്തിപ്പോയിട്ടുണ്ട്.
വീട് കത്തിപ്പോയി. അബൂദർദാ പുറത്താണുള്ളത്. ഒരാൾ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ വീട് കത്തി. അബൂദർദാ പറഞ്ഞു എന്റെ വീട് കത്തൂല. വേറൊരാൾ വന്നിട്ട് പറഞ്ഞു വീട് കത്തൂല. പിന്നെയും ആളുകൾ വന്നിട്ട് ഇങ്ങനെ പറയാന്നെ അബൂദർദാ തങ്ങളെ നിങ്ങൾ വീട് കത്തിയിട്ടുണ്ട് കേട്ടോ. ഉദാഹരണം നമ്മൾ തറയിട്ട പ്രദേശത്തുള്ള നമ്മള് പുറത്തെവിടെ കോഴിക്കോടാണ്. അപ്പൊ കോഴിക്കോട് നിൽക്കുമ്പോൾ ഒരാൾ വന്ന് നിങ്ങൾ നാട്ടിൽ തീപിടുത്തുണ്ടായി ഞങ്ങൾ വീടൊക്കെ കത്തിന്നാ കേട്ടത് എന്ന് പറയുമ്പോ ആണോ നമ്മൾ വിശ്വസിക്കില്ല. അപ്പൊ അടുത്ത ആള് കാണും വീണ്ടും വാട്സപ്പിൽ ഉണ്ടായിട്ടോ ഇന്ന് അടുത്ത പിന്നെ ഫേസ്ബുക്കിൽ ഉണ്ടായിട്ടോ ആണോ. നമ്മൾ വിശ്വാസിയായ ഒരാളാണെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കൂല എന്ന് പറയാം. എപ്പോ ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ. അബൂദർദാ തങ്ങൾ പറഞ്ഞു എന്റെ വീട് കത്തൂല. കാരണം സമിഅ്തുഹുന്ന മിൻ റസൂലില്ലാഹ്, നബി തങ്ങൾ പഠിപ്പിച്ചൊരു ദിക്റാണ് എന്റെ ധൈര്യം. ഏതാണ് ആ ദിക്ർ? മൻ ഖാലഹാ അവ്വല നഹാരി, രാവിലെ ഒരാൾ പറഞ്ഞു ഈ ദിക്ർ ചൊല്ലിയാൽ ലം തുസിബഹു മുസീബ ഹത്താ യുംസി, വൈകുന്നേരം വരെ അയാൾക്ക് ഒരു അപകടം സംഭവിക്കൂല. വമൻ ഖാലഹാ ആഖിറൻ നഹാർ, വൈകുന്നേരം ഒരാൾ പറഞ്ഞാൽ ലം തുസിബഹു മുസീബ ഹത്താ യുസ്ബിഹ, പകൽ വരെ അയാൾക്കൊരു പ്രയാസം ഉണ്ടാവില്ല. ഏതാണ് ആ ദിക്ർ? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത അലൈക തവക്കൽതു വ അൻത റബ്ബുൽ അർശിൽ അളീം. ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها إن ربي على ഈ ദിക്ർ ഒരാൾ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ, വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ വരെ അയാൾക്കൊരു അപകടവും സംഭവിക്കൂല എന്ന് നബി തങ്ങൾ പറഞ്ഞത് മുതൽ ഞാൻ അത് ചെല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇന്നും അത് ചൊല്ലിയിട്ടുണ്ട്. എന്റെ വീട് കത്തി എന്ന് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം അവിശ്വാസിയല്ല ഞാൻ. എന്നോടാ നിങ്ങൾ പറയുന്നത് എന്റെ വീട് കത്തൂല. അത് വിശ്വാസമാണ്. അത് വിശ്വാസമാണ്. നമ്മൾക്ക് ആ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ വീട് കത്തിപ്പോകുന്നത്. നമ്മൾക്ക് ആ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ വണ്ടി ഇടിക്കുന്നത്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് വണ്ടി കയറിയാൽ വണ്ടി ഇടിക്കാൻ പാടില്ല. ഇടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല എന്നുണ്ട്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ എന്ന് പറഞ്ഞ ഒരാൾ വണ്ടിയിൽ കയറിയാൽ വണ്ടി ഇടിക്കാൻ പാടില്ല. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്, പടച്ച റബ്ബിനെ പരമേൽപ്പിച്ചാൽ അല്ലാഹുവിന്റെ ബാധ്യതയാണ് നമ്മളെ സംരക്ഷിക്കുക. ഇടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. നമ്മൾക്ക് ഉറപ്പില്ല, അതാ പ്രശ്നം. മനസ്സിലായോ? നിങ്ങൾ ഖുർആൻ വെറുതെ ആണെന്ന് വിചാരിക്കണ്ട, ഖുർആൻ വെറുതെ ആണെന്ന് വിചാരിക്കേണ്ട, ദിക്റും വെറുതെ ആണെന്ന് വിചാരിക്കേണ്ട. നമ്മുടെ വിശ്വാസത്തിന്റെ പോരായ്മയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇടിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം നമ്മളതാണ്, വീട് കത്തിയിട്ടുണ്ടെങ്കിൽ പ്രശ്നം നമ്മുടേതാണ്. അബൂദർദാ തങ്ങൾ പറഞ്ഞു കത്തൂല. പിന്നെ ആളുകൾ വന്നു കത്തി. അതേപോലെ എന്താ നമ്മൾ പോയി നോക്കാം. എല്ലാരും കൂടി പോയി. വീടിന്റെ അടുത്ത് വീടിന്റെ ചുറ്റുഭാഗങ്ങളൊക്കെ കത്തി തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. അടുത്തെത്തി നോക്കുമ്പോ വീടിലേക്ക് ഒരു തീപ്പൊരി പോലും തൊട്ടിട്ടില്ല. വീടിന്റെ ചുറ്റുഭാഗങ്ങൾ മുഴുവനും കത്തിയിട്ടുണ്ട്. വീടിലേക്കൊരു തീപ്പൊരി പോലും, ഒരു സ്ഫുരണം പോലും എത്തിയിട്ടില്ല. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ അചഞ്ചലമായ വിശ്വാസമാണ്. ആ ദിക്ർ ചെല്ലിയാൽ മാത്രം പോരാ, അത് ചെല്ലുമ്പോ എനിക്ക് എന്റെ റബ്ബിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ള വിശ്വാസം കൂടി വേണം. അല്ലാഹു നമ്മൾക്ക് അങ്ങനെ ഒരു ഈമാൻ നൽകട്ടെ. അല്ലാഹു അങ്ങനെ ഒരു ഈമാൻ നമ്മൾക്ക് നൽകട്ടെ. 11:30 നിർത്തണോ തുടരണോ? ഞാൻ തുടരുന്നില്ല, സമയം കുറെ വൈകിയത് കൊണ്ട്. അപ്പൊ നമ്മൾ വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ട വിഷയം ഇതാണ്. വകദാലിക നുൻജിൽ മുഅ്മിനീൻ എന്നുള്ള ആയത്താണ്. വകദാലിക നുൻജിൽ മുഅ്മിനീൻ. ഇത്തരം ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ സ്വഹാബാക്കൾക്കും നബിതങ്ങൾക്കും മാത്രമുള്ള പ്രത്യേകതയല്ല, സത്യവിശ്വാസികളായ നമ്മൾക്കുമുണ്ട്. നമ്മൾക്കും ഇങ്ങനെ സഹായം കിട്ടും. സഹായം കിട്ടണമെങ്കിൽ ഈ ഒരു വിശ്വാസം നമ്മൾക്ക് ഉണ്ടാവണം. അല്ലാഹുവിന്റെ ദിക്റിൽ അധിഷ്ഠിതമായ ജീവിതം നമ്മൾ നയിക്കണം. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ ഫലനുഹ്യിയന്നഹു ഹയാതൻ തയ്യിബ. നിങ്ങൾ അല്ലാഹുവിന്റെ ദിക്റിൽ അധിഷ്ഠിതമായി അല്ലാഹുവിനെ പേടിച്ച് ഹറാമിൽ നിന്ന് മാറി, തിന്മകളിൽ നിന്ന് മാറി, സ്കൂളിൽ പഠിക്കാൻ കണ്ണ്
കണ്ണുകൾക്ക് ഹറാമ് കണ്ടേക്കാം, സൂക്ഷിക്കണം. തൊടാൻ പാടില്ല, ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ പാടില്ല, ചുംബനങ്ങൾ പാടില്ല, കൂടെ ഇരിക്കാൻ പാടില്ല, കൂടെ യാത്ര ചെയ്യാൻ പാടില്ല, കിന്നാരം പറയാൻ പാടില്ല, മൊബൈൽ ഫോണിലൂടെ ചാറ്റ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധിയാണ്. ഇത്തരം പ്രലോഭനങ്ങളിൽ നമ്മൾ വീണു പോകാൻ പാടില്ല. എന്റെ ശരീരം അള്ളാഹുവിനുള്ളതാണ്, പടച്ച റബ്ബ് പറഞ്ഞതല്ലാതെ ഞാൻ ചെയ്യൂല. നമ്മളത് ചെയ്യുന്നു, അതുകൊണ്ട് നമ്മൾ അപകടത്തിൽപ്പെടുന്നു. അള്ളാഹു നമ്മെ കാത്ത് സംരക്ഷിക്കട്ടെ.